ഗവൺമെന്റിൽ നിന്ന് എല്ലാ പഞ്ചായത്തിലും പൈപ്പ് ഇടാനായിട്ട് ഉത്തരവ് വന്നിട്ടുണ്ട്. ശരി ശരി. അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിലെ വെള്ളത്തിന്റെ അവസ്ഥ നോക്കാൻ വന്നാ ഈ സ്ഥലത്ത് മെഷീൻ സെറ്റ് ചെയ്യേ. ഇനി ആ കണക്ഷൻ കൊടുത്തേ. ഇവിടെ വെള്ളം ഉണ്ടാവുമോ? ആ ദാ വരെ ഓൺ ചെയ്യേ. ആ മെഷീനൊക്കെ ആരാ ചേട്ടാ അവരൊക്കെ? എന്തിനാ വന്നിരിക്കുന്നത്? നാട്ടിലുള്ളവർക്ക് വെള്ളം കിട്ടുന്ന നോക്കാൻ വേണ്ടി വന്നതാ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ആ ഇനി അതിന്റെയും കൂടി ഒരു കുറവുള്ളൂ. സാറേ എന്തായാലും ഇതൊക്കെ ചെയ്യുമ്പോഴേ നല്ലോണം വെള്ളം കിട്ടുന്ന സ്ഥലത്തൊക്കെ നോക്കി ചെയ്യ്. അതൊക്കെ ഞങ്ങൾ ഇതല്ല, നിങ്ങൾ വെക്കോ. കറക്റ്റ്. അതെ, ആ ലേഡി പറഞ്ഞതുപോലെ ഇവിടെ ഉള്ളത് ഉപ്പുവെള്ളം അല്ല, നല്ല വെള്ളം തന്നെ കിട്ടും. സന്തോഷമായോ സാർ? ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ തന്നെ പൈപ്പ് ഇടുന്ന ജോലി നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. നിങ്ങൾ ആ പ്രസിഡന്റിനോടൊന്ന് പറഞ്ഞേക്കേ. ഓക്കെ സാർ. അവരെന്താ നമ്മുടെ നാട്ടിൽ നിന്ന് വെള്ളം എടുത്തോണ്ട് പോകുന്നേ? ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയതായിരിക്കും അല്ലേ? നാട് നല്ല നാടാണേ, കേക്കണേ എല്ലാരും ചേർന്ന് വാഴുന്നേ. നോക്കണേ കുളിരേകും മഴയും പെയ്തിടും ഈ നാട്ടില്, വേണ്ടത്ര നെല്ല് വിളഞ്ഞിടും ഈ വയലില്. പെയ്യുന്നേ പെയ്യുന്നേ മഴ നന്നായി പെയ്യുന്നേ. ആനപ്പോര് കണ്ടുവന്നതായി നാട്ടില്, മൺകലത്തിൽ പൊങ്കൽ വെക്കുന്നേ ഈ നാട്ടില്. കാള വെച്ച് ഉഴുത് നമ്മള് ഈ വയലില്, പത്തായങ്ങൾ ഏറെ നിറഞ്ഞു ഈ നാട്ടില്. ആറ്റിൽ നീന്തി കുളിച്ചിരുന്നു ഞങ്ങൾ അന്നേരം, ബോറ് വെള്ളം കുടിച്ചിടുന്നെടാ ഇന്നേരം. പശുവിൻ പാല് കുടിച്ചവരാ ഞങ്ങൾ അന്നേരം, പാൽപ്പൊടിയോ കുടിച്ചു വാഴുന്നു ഇന്നേരം. കുടിൽ വീട്ടിൽ കൂട്ടുകുടുംബമായി ജീവിച്ചവർ അപ്പാർട്ട്മെന്റിൽ തനി കുടുംബമായി കാണുന്നേ. ആറും കുളവും കിണറുമെല്ലാം ഈ നാട്ടില് ഫ്ലാറ്റുകളായി മാറി വരുന്നേ ഈ നാട്ടില്. കണ്ടോണേ കണ്ടോണേ എങ്ങോ പോയി നീ തേട്, വിവരങ്ങൾ കൂടി വന്ന് നശിച്ചു പോയി ഈ നാട്. ഇല്ലാന്നേ ഇല്ലാന്നേ മഴ ഇപ്പോ ഇല്ലാന്നേ, നാടെല്ലാം ചൂടാണേ വിയർത്തൊഴുകും നാടാണേ. കെട്ടുകെട്ടായി നെല്ലറുത്തൊരു വയലെല്ലാം എട്ടുവരി പാതയായിതാ കാണുന്നു. പച്ചപ്പെല്ലാം പോയി മറഞ്ഞല്ലോ എങ്ങോട്ടോ, ഫാക്ടറികൾ നിറഞ്ഞു വന്നെടാ നാട്ടില്. നല്ല നല്ല ആഹാരങ്ങളെ മറന്നു നാം, ബർഗർ പിസ പാനിപൂരിയെ തിന്നുന്നു. മരുന്നാകും ആഹാരങ്ങൾ ഇന്നില്ല, ആഹാരമായി മാറി മരുന്നുകൾ ഇന്നടാ. അമ്മയെ അമ്മ എന്ന് എന്നെന്നും കരുതുന്നു, അച്ഛനെ അച്ഛനെന്ന് എന്നെന്നും ചൊല്ലുന്നു. പണ്ടുള്ള ശീലങ്ങൾ എങ്ങോ മറന്നു ഓടുന്നു, സ്മാർട്ടായ ലൈഫാണ് നല്ലതെന്ന് കരുതുന്നു. എന്ത് പറ്റി എന്ത് പറ്റി നാടിന് എന്ത് പറ്റി, എന്ത് പറ്റി എന്ത് പറ്റി നാടിന് എന്ത് പറ്റി. മീനാക്ഷി, ആ മുണ്ട് ഷർട്ടിങ് എടുത്തോളേ, നീ പുറത്ത് വേണം. ആരെങ്കിലും വരികയാണെങ്കിലേ ഞാൻ പുറത്ത് പോയെന്ന് പറഞ്ഞേക്കേ. ക്ഷേത്രത്തിന്റെ കാര്യമല്ലേ, കുറച്ച് സമയം എടുക്കും. എന്താടാ വണ്ടി നന്നായി തുടച്ചോ? ആ തുടച്ച് റെഡിയാണ് സാർ. ചാവി ഇങ്ങതാ. സാറേ ഞാൻ തന്നെ ഓടിക്കാം. എടാ ചാവി വരാനല്ലേ പറഞ്ഞത്. വണ്ടിക്ക് ഓയിലൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ ഓയിലൊക്കെ ഞാൻ ഫിൽ ചെയ്തിട്ടുണ്ട് സാർ. ബ്രേക്കോ? അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് സാർ. നിങ്ങളൊന്ന് വണ്ടി കയറിയിരുന്ന് നോക്ക്, പുഷ്പം പോലെ ഓടിക്കോളൂ. നോക്കിയാ അറിയാം നീ എന്തൊക്കെയാ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന്. നന്നായിട്ട് തുടച്ചു കഴിഞ്ഞിട്ടേ ആ കവറിട്ട് മൂടിയേക്കേ. ഡ്രൈവർ എന്നാ വിളിക്കുന്നത്. കാറിന്റെ ഡ്രൈവറാണോ സൈക്കിളിന്റെ ഡ്രൈവറാണോ എന്നാ പിടികിട്ടാത്ത. ഇതുവരെ കാർ ഓടിക്കേണ്ടി വന്നിട്ടില്ല. തുടച്ച് തുടച്ച് പെയിന്റ് പോയത് മാത്രം മിച്ചം. ആ വരണം വരണം. നമസ്കാരം നമസ്കാരം. നമസ്കാരം നമസ്കാരം നമസ്കാരം. നന്നായി സ്വാമിനെ കുമ്പിട്. ഉത്സവം നല്ല രീതിയിൽ നടത്താൻ നീ സഹായിക്കണേ ഭഗവാനെ. എല്ലാവരും എത്തിയല്ലോ അല്ലേ?
തിരുമേനി, നമ്മൾ തീരുമാനിച്ച തീയതിയിൽ ഉത്സവം നടത്താൻ പറ്റുമെന്ന് ഒന്ന് ഗണിച്ചു നോക്കിയേ. ആ നോക്കിയേക്കാം. നല്ലതാണ് കാണുന്നത്. ഈ ഉത്സവം നടത്തുന്നതിലേ ഭഗവതിക്ക് എല്ലാ വിധത്തിലും സമ്മതയുള്ളൂ. വളരെ സന്തോഷം. ഞാൻ നേരെ കാര്യത്തിലേക്കും കിടക്കാം. വരുന്ന 15-ാം തീയതി നമ്മുടെ നാടിന്റെ ഉത്സവം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സമ്മതമാണല്ലോ. അതുപോലെ ഇപ്രാവശ്യം സംഭാവന 500 കൂട്ടിയിട്ട് 1500 ആക്കി തീരുമാനിച്ചിരിക്കുക. തീരുമാനിച്ചെന്ന് പറയുമ്പോ ആരുടെ ചോദിച്ചിട്ടാ തീരുമാനിച്ചത്? ഉത്സവ കമ്മിറ്റിയിലെ ഇതൊക്കെ തീരുമാനിച്ചത്. ആരുടെ ഉത്സവ കമ്മിറ്റി? 4 പ്രായമായത് 2 മരിക്കാൻ കിടക്കുന്നതാണ് ഉത്സവ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇതൊക്കെ സമ്മതിക്കാൻ പറ്റുമോ? മിണ്ടാതിരിക്കടാ. നീ എന്താ പറയുന്നേ? വേണ്ട ചേട്ടാ. വേറെന്ത് പറയാനാ? പ്രായമായവരും മരിക്കാൻ പോയവരെ പറ്റിയാ പറയുന്നേ. കല്യാണം കഴിച്ചു കൊടുത്താ ഇപ്പൊ തന്നെ പെറാൻ പറ്റുമോ? ഞങ്ങൾ അക്കാലത്ത് ജീരക കഞ്ഞി കുടിച്ച് വളർന്നവരാ. നിങ്ങളൊക്കെ വിഷക്കഞ്ഞി കുടിക്കുന്നവരാ. ആ ചെറുക്കൻ വിവരമില്ലാതെ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് വിവരമുള്ള താൻ അവനോട് വഴക്കിങ്ങനെ പോയാലോ? എന്താടാ മൂത്തേ, നീ ഇപ്പൊ എന്താ ഈ പറഞ്ഞു വരുന്നേ? ഒന്നാമത്തെ ഈ നാട്ടില് വെള്ളവും മഴയും ഒന്നും ഇല്ലാണ്ട് കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ. ഒരാളും പണി ഇല്ലാണ്ടായി കിടക്കുന്നത്. എന്നിട്ടാ 500 കുരുമ കയറ്റി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് പറയുന്നത്. അതെ, കഷ്ടം ആർക്കല്ലാത്ത മുത്തുവോ. കൊല്ലത്തിൽ ഒരു തവണ ഉത്സവം നടത്തി ഭഗവതിയെ സന്തോഷിപ്പിക്കുന്നു. അതും ഇല്ലെങ്കിലേ ദൈവകോപം മായേക്കും. ഓ, നിങ്ങളുടെ സന്തോഷത്തിന് പൈസ ചോദിച്ചിട്ട് ദൈവമാന്ന് പറഞ്ഞാ ഞങ്ങൾ മിണ്ടാണ്ട് എടുത്ത് തരും. എന്താ മൊത്തം ഇത്? എന്ത് പറഞ്ഞാലും എന്തിനാ ഈ മുടക്കം പറയുന്നേ? ഉത്സവം എന്നാൽ നല്ലതുപോലെ കച്ചവടം വരും. നമ്മുടെ സ്വന്തക്കാരെ കാണാൻ പറ്റുമല്ലോ. ഈ നാട് തന്നെ സന്തോഷത്തിലായിരിക്കും. ഉണ്ടാക്കിയെടുക്കും തന്റെ കടയ്ക്ക്. അത് മാത്രമല്ലേ, അതുകൊണ്ടല്ലേ താനീ പറയുന്നത്. എടോ മുത്തേ, സംഭാവനയാണ് നിന്റെ പ്രശ്നമെങ്കിലേ നിന്റെ കാശോട് ഞാൻ അടച്ചോടാ. എന്റെ കാശടയ്ക്കാൻ താനാരടോ? ഉത്സവം നിർത്തിയിട്ട് മര്യാദയ്ക്ക് പണിയെടുക്കണോ? നീ ആരുടെ ഉത്സവം നിർത്താൻ പറയാൻ? അക്കാലത്ത് ഞങ്ങളുടെ മുത്തശ്ശൻ ഇങ്ങനെയാണ് സ്വാമി കുம்பிടണമെന്ന് പറഞ്ഞ് വളർത്തിയതാ. അങ്ങനെയുള്ള വംശത്തിൽ ജനിച്ച നീ ഉത്സവം നിർത്താൻ പറയാ? നീ ആരാ? സ്വാമിയോട് തെറ്റ് ചെയ്യാൻ പാടില്ലടാ. അടിച്ച് നോണപ്പല്ലെടുത്ത് കളയും. വായ്മുടാ. ഓ, ഞാൻ ആ മൂടിക്കോളാവേ. നിങ്ങൾ ഇങ്ങനെ കൊണച്ചോണ്ടിരുന്നോ? ഉത്സവം നടക്കാത്ത രീതിക്ക് ഞാൻ ചെയ്തേക്ക് നോക്ക്. മുത്തേ, നീ വലിയ ആളാണോടാ? പൂസാണെങ്കിൽ എന്ത് വേണമെങ്കിലും സംസാരിക്കാവോ? ഇരിക്കടാ അവിടെ. വേണ്ട ഗോപി, ഇതൊക്കെ നിനക്ക് ആവശ്യമില്ലാത്ത പണിയാ. ഞാൻ പറഞ്ഞോണ്ടിരിക്കും. കയ്യാങ്കളിയൊന്നും വേണ്ട. ഡാ, അവന്റെ മോന്ത ഒരു കണ്ടില്ലേ? കമ്മിറ്റി കൂടി അവിടെ 4 പേരും 4 വിധത്തിലേ സംസാരിക്കുകയുള്ളൂ. അതിനല്ലേ എല്ലാരും വിളിച്ചു ചേർത്തിരിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് അടിയുണ്ടാക്കാണോ വേണ്ടത്? ദേ നോക്കേ, ഇനി ആരും ഒന്നും സംസാരിക്കണ്ട. തീരുമാനിച്ച തീയതിയിൽ ഉത്സവം നടന്നിരിക്കും. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കാൻ നോക്കെ. നാട് മുഴുവൻ നിന്റെ ഒപ്പം പറഞ്ഞ് നീ കളിക്കുവാണല്ലേ? ഈ ഉത്സവത്തിനപ്പുറം നിന്റെ കഥ ഞാൻ തീർന്നു നോക്കടാ. അവൻ ഭീഷണിപ്പെടുന്നു. അവനെ ഞാൻ മോനെ മോനെ, എന്താ ചേട്ടാ, എങ്ങനെയുണ്ട് നമ്മുടെ പണി? എന്താടാ ചെക്കൻ ഉണങ്ങിയത് വെച്ച് ചിരട്ടിക്കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വലിച്ചിട്ട് അടിച്ചുവിടാ. ഇപ്പൊ തന്നെ അടിക്കും, നോക്കിക്കോ. എന്താടാ ഇങ്ങനെ കുഴഞ്ഞോണ്ട് പോണത്? ഞാൻ പോയൊന്ന് വലിച്ചു നോക്കട്ടെ. എടോ കിളവാ, താൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ തന്റെ തലയിൽ കൂടെ പെയിന്റ് ഒഴിക്കണോ? അതേടാ, നീയൊക്കെ ആ പെയിന്റ് എടുത്ത് നിന്റെ തലയിൽ ഒഴിക്കടാ. എടാ, ഒരു കാലത്ത് ചുണ്ണാൻ പഠിക്കാനായിട്ട് ഞാൻ സൂപ്പർ സ്റ്റാർ അതെ ആയിരുന്നു. അതെ, എല്ലാ കിളവന്മാരും ഇത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. നല്ല മൂഡിലായിരുന്നു. ഇയാള് വന്നതെല്ലാം കോളമാക്കി. സ്വാമിക്ക് 2 നന്ദിനിയുടെ പേരിൽ 2. നന്ദിനിക്ക് 2 എഴുതി. എനിക്ക് 2 എഴുതിക്കോ. ചേച്ചി, മോൻ വന്നിട്ട് 3 കൂറിന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാശ് നിങ്ങളടുത്ത് മേടിക്കാൻ പറഞ്ഞു. അത് കൊള്ളാം. കഷ്ടപ്പെട്ട് ചെയ്യാൻ ഞാനും എല്ലാം വന്ന് എടുത്തോണ്ട് പോവാൻ അവൻ ഒരുത്തനും. എന്താ കഥ? ഇതാ കാശ് മേടിച്ചോ അമ്മാവാ? ദേ നോക്ക്, കഴിഞ്ഞ വട്ടത്തെ പോലെ മൂത്തതും മുറിച്ചതും ഒന്നും കൊണ്ടുവരണ്ട. മനസ്സിലായല്ലോ നിനക്ക്? ശരി ചേച്ചി, ചെറിയ കുട്ടിയെ നോക്കി പിടിച്ച് നല്ല ഇറച്ചി തരാം. പോയിട്ട് വാ. അതെ അതെ, എല്ലാ വർഷവും ഇത് തന്നെയാ പറയുന്നേ. അവൻ ഈ നേരത്തെ എവിടെ പോയി മലമറിക്കുകയാണോ ആവോ? മോനെ നിക്ക് നിക്ക് നിക്ക്, ഈ വണ്ടി ഒന്ന് നിർത്തി തന്നേ. സഹായം ചെയ്യുമ്പോൾ ഒരു സന്തോഷം കിട്ടുമല്ലോ. പിടിച്ചു പിടിച്ചു. എന്താട്ടാ, ഈ വയസ്സായ കാലത്ത് നിങ്ങൾ ഈ ജോലിയൊക്കെ ചെയ്യണോ? നിന്റെ പ്രായത്തിൽ എനിക്കൊരു മോനുണ്ട്. അവനോട് പറഞ്ഞപ്പോ അവൻ കൂലി ചോദിക്കുക. അയ്യോ, എന്ത് ചെയ്യാനാ ചേട്ടാ? 5 പേരിലും ഒരേപോലെ ഇരിക്കുവോ? ശരിയാ മോനെ പറഞ്ഞത്. മോന്റെ പേരെന്താ? ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നേട്ടാ?
നല്ല തമ്പി. പേരിനനുസരിച്ച് നന്നായിരിക്കണം മോനെ. ഞാൻ വരട്ടെ. എന്താടോ കളവാ, താനെന്താ കാശ് തരാതെ പോകുന്നേ? എന്ത് കാശാ? എന്താടോ കത്തി കാണിച്ച് കാശ് ചോദിച്ച പോലെയാണല്ലോ പേടിക്കുന്നേ. ചാക്ക് കയറ്റി വെക്കാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കാശ് താ. ഇതൊരു സഹായമല്ലേ മോനെ? നിനക്കാണത് സഹായം, പക്ഷെ എനിക്ക് അതൊരു ജോലിയാ. ചാക്ക് കയറ്റി വെക്കാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കാശ് എന്നിട്ട് പൊക്കോ. കളിക്കല്ലേ മോനെ? എന്ത് കളിക്കുവാണെന്നാ? ഡോ, ഈ മുതലാളിമാരെ തന്നെ ഇങ്ങനെയാണോ എന്നാ ചെയ്ത ജോലിക്കൊക്കെ കൂലി വന്നിരിക്കുന്നത്? എന്താടോ മുതലാളി എന്നുള്ള അഹങ്കാരത്തിലാണോ സംസാരിക്കുന്നത്? തൊഴിലാളി വർഗം തല ഉയർത്താൻ ശ്രമിച്ചാലുണ്ടല്ലോ പിന്നെ ആർക്കും ഞങ്ങളെ അനക്കാൻ കഴിയില്ല. തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. എടോ കൊമ്പം മീശേ സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. ഡോ മീശേ എന്താണ് നോക്കി നിൽക്കുന്നേ? രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് പൈസ എന്നിട്ട് പോടോ. നീ എടുത്തോ, സന്തോഷമായിട്ട് ജീവിക്കേ. നീ രാഷ്ട്രീയത്തിലേക്ക് പോവാണെങ്കിൽ ഭയങ്കരമായിട്ട് നന്നാവും. അതേ ഒന്ന് നിന്നവിടെ. സാധനം മേടിച്ച കാശ് കൊടുക്കാൻ അറിയത്തില്ലേ? ഇപ്പൊ തരാം. എടാ ദേ മൈന, ഞാൻ അവളെ ഇട്ടൊന്ന് ഒട്ടാൻ നോക്കട്ടെടാ. നീയും വരുന്ന മൈനിയൊക്കെ നമുക്ക് പിന്നെ പോയി നോക്കാം. നീ കൊടിയെ കണ്ടായിരുന്നു? കൊടിയും വടിയൊന്നും ഞാൻ കണ്ടില്ല. ഓടാ വല്ലയിടത്തും ചുറ്റി തിരിയുന്നുണ്ടാവും. എന്താടാ കൊടിച്ചേച്ചി അവിടെ ഉണ്ടോ ഒന്ന് നോക്കിക്കേ. അവിടെയോ? ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഉത്സവത്തിന് വന്നിരിക്കുന്നവര് കുഞ്ഞുങ്ങളും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ട് ഇവിടെ ഉത്സവ കമ്മിറ്റിന്ന് പറയാൻ പറഞ്ഞിരിക്കുന്നു. മറക്കണ്ട, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിക്ക് സൂക്ഷിച്ചു നോക്കണം. ഉത്സവ കമ്മിറ്റിന്നാണ് ഈ അറിയിപ്പ് തന്നിരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ചോദിക്കുക. വേണ്ടടാ, ഞാൻ പറയുന്നത് കേട്ടോ. ഒക്കെ അവിടുന്ന് ദൈവദോഷം ഉണ്ടാക്കണ്ട. നിന്റെ മുത്തച്ഛനാടാ ഈ സ്വത്തെല്ലാം തന്നത്. അവരുടെ പേര് ചെയ്തേക്കരുത്. മര്യാദക്ക് പോകാൻ പറ്റത്തില്ല. താൻ പോ. ഇവനൊക്കെ ഒരു വലിയ ആളായി കണക്ക് ചെയ്തിട്ടാൻ പറയുന്നതാണ് കേട്ടോണ്ടിരിക്കുന്നത്. മര്യാദക്ക് പോകാൻ നോക്കാം. ഉത്സവം തുടങ്ങിയപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുക. പോടാ, മര്യാദക്ക് പോകാൻ നോക്കാം. എന്റെ അടുത്തൊന്നും പറയണ്ട, പോടാ അവിടുന്ന്. അതെ, നിങ്ങൾ വാ. വെടിവഴിപാടെല്ലാം തീർന്നതിന് ശേഷം നിങ്ങൾ സ്റ്റേജിലെടുത്തോണ്ട് വന്നോളൂ. നാടകം ആരംഭിക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. ആർക്കും വേണ്ടി അവരൊന്നും കാത്തിരിക്കത്തില്ല. അയ്യോ 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 അയ്യോ, ഈ മഹാഭാവി ഇങ്ങനെ ചെയ്തല്ലോ. നല്ല കാര്യം ഉണ്ടായിരുന്നു. സമാധാനപ്പെട്. കള്ളുപിടിയൊന്നും പറയാറില്ലേ? ഇപ്പൊ നോക്കിയേ, ഞങ്ങളെ വിട്ടിട്ട് പോയി. ഇനി ഞങ്ങൾക്ക് ആരുണ്ടോ? അയ്യോ, എന്താ തിരുമേനി ഇങ്ങനെ മിണ്ടാതിരുന്ന എന്താ അർത്ഥം? ഭഗവതി എന്താ പറയുന്നേ? അതായത് ഗണിക്കുമ്പോൾ ആദ്യം തന്നെ സമ്മതം പറയുന്ന ഭഗവതി 3 പ്രാവശ്യം ഉരുട്ടിയിട്ടും സമ്മതം പറയുന്നില്ല. തിരുമേനി, ഭഗവതിയെ നന്നായി മനസ്സിലോർത്ത് എന്തെങ്കിലും പരിഹാരക്രിയ ചെയ്ത് ഉത്സവം നടത്താൻ പറ്റുമെന്ന് ഭഗവതിയോട് ഒരു പ്രാവശ്യം കൂടി ചോദിച്ചു നോക്ക്. അമ്മേ ഭഗവതി, എന്തിനു തെറ്റുണ്ടെങ്കിലും എല്ലാം പുറത്ത് ഉത്സവം നടത്താൻ സമ്മതിക്കണമേ. ഇത് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. തെറ്റ് തന്നെയാ. ഇത് എന്തൊരു കഷ്ടമാണ്. അവൻ വേണമെന്ന് വിചാരിച്ച് കുടിച്ച് അത്തേനെ ഉത്സവം നടത്താൻ പറ്റുമോ? സ്വന്തം ബന്ധുക്കളായ കുട്ടി മക്കളോട് കൂടി കഞ്ഞി കുടിക്കാൻ വന്ന് നിൽക്കുന്നു. ഉത്സവം നടത്തില്ലെന്ന് പറഞ്ഞാ? മാമ, മരിച്ചുപോയ മുത്ത് നിന്റെ കൂട്ടുകാരന്റെ മകനാ. എനിക്ക് മാമനാ. സ്വന്തവും ബന്ധമൊക്കെ മറന്നിട്ട് വായി തോന്നിയൊക്കെ പറയുവാ.
എല്ലാവരും കൂടെ സംസാരിച്ചോണ്ടത് എന്തെടുക്കാനാ ചേട്ടാ? ഇങ്ങനെ മിണ്ടതിരുന്ന് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഒരു തീരുമാനം പറയേ. ഞാനിപ്പോ എന്താ പറയുക? എന്റെ ഓർമ്മ വെച്ച നാള് മുതല് നമ്മുടെ നാട്ടിലെ ഉത്സവത്തിന് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഭഗവതി തന്നെ ഉത്സവം വേണ്ടെന്ന് തീരുമാനിച്ച നമ്മളത് ചെയ്ത ദൈവകോപമാവും. അതുകൊണ്ട് ഭഗവതി തീരുമാനിച്ചതുപോലെ തന്നെ ഈ വർഷത്തെ ഉത്സവം നമുക്ക് നിർത്തിവെക്കാം. ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇതുങ്ങൾക്കൊക്കെ വേണ്ടത് ഉണ്ടാക്കി ഇതുങ്ങളെയൊക്കെ റെഡിയാക്കി അയക്കുമ്പോഴേക്കും ഉണ്ടല്ലോ, ഇതൊക്കെ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? അനിത, ഇവിടെ വെച്ചിരുന്ന പൊട്ട് കണ്ടോ? എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ പൊട്ട് എടുക്കരുതെന്ന്. എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. എന്റെ സാധനങ്ങൾ എടുക്കരുതെന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? നിർത്തടി ഒന്ന്. രണ്ട് പെമ്പിള്ളേരായിട്ട് കിടന്ന് വഴക്കടിക്കുന്നത് കണ്ടില്ലേ? എപ്പ കണ്ടാലും ആമ്പിള്ളേരെ പോലെ രണ്ടെണ്ണം. എന്താടി കൊച്ചിന് വഴക്കുറയാൻ തുടങ്ങിയോ? എത്ര പ്രാവശ്യം പറഞ്ഞോട്ടെ, പിള്ളേർ ഇറങ്ങുമ്പോ ഒന്നും പറയില്ല എന്ന്. വന്നല്ലോ അവർക്ക് വേണ്ടി പറയാൻ. രാവിലെ മുതൽ രണ്ടെണ്ണം കിടന്ന് വഴക്കടിക്കുക. എന്തെങ്കിലും ചോദിച്ചോ നിങ്ങള്? ഇങ്ങനെ പൊന്നാരിച്ച് തലയിൽ കീറ്റിയോണ്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്. ഒന്ന് വാടച്ചേ. ഈ പിള്ളേര് തന്നെ ടി വി കിടന്ന ഡാൻസ് കളിക്കുകയാണെങ്കിൽ നിങ്ങൾ കൈയടിക്കും, നാട്ടിലെ ഉത്സവത്തിന് ഡാൻസ് കളിക്കുകയാണെങ്കിൽ തുള്ളിക്കൊണ്ടുവരും. അങ്ങനെ പറയാ ചക്കര വെച്ചു. അച്ഛാ, പുതിയ ഡ്രസ്സിൽ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? അതിപ്പോ പറയാനുണ്ടോ? നീ ഏത് ഡ്രസ് ഇട്ടാലും ദേവതയെ പോലെ. അച്ഛാ ഞാനോ? അച്ഛാ അതൊന്നുമില്ല, നീ ഒരു കുഞ്ഞു ദേവതയല്ലേ. ഓക്കെ അച്ഛാ, ഞങ്ങൾ ഇറങ്ങട്ടെ. നോക്കി പോയിട്ട് വരണേ. ഓക്കെ അച്ഛാ. എന്റെ ചക്കര കണ്ടില്ലേ, എല്ലാ കഷ്ടപ്പാടും എനിക്ക്. ഉമ്മ പക്ഷെ അച്ഛന് തന്നെ. നിനക്കിപ്പോ എന്താടി പ്രശ്നം? ഉമ്മയല്ലേ? അതിപ്പോ ഞാൻ തന്നേക്കാം. അച്ഛാ, ഞാനിതുവരെ പോയില്ല അച്ഛാ. ഓക്കെ ഓക്കെ, കണ്ടിന്യൂ കണ്ടിന്യൂ. എന്താടി ഫോൺ വിളിച്ച എടുക്കുന്നില്ലല്ലോ നീ? എന്താ പറ? എന്താടി ഒരു ദിവസം കൊണ്ട് നീ ഭയങ്കര ഫേമസ് ആയല്ലോ അല്ലേ? ഇതാ നീ എന്നെ നോക്ക്. ജിമ്മിക്ക് കമ്മൽ ഡാൻസിന് ശേഷം നിന്റെ ഡാൻസ് ആണല്ലോ ഭയങ്കര വൈറലായത്. പിടിക്ക്. നിന്റെ കൂടെയൊക്കെ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന എന്റെ ഭാഗ്യം തന്നെ. മിണ്ടാതിരിക്കോ? ഏതവനാ ഇത് അപ്ലോഡ് ചെയ്തത്? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നമസ്കാരമുണ്ട്. തിരിച്ച് നമസ്കാരം പറയണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇങ്ങോട്ട് വരുന്നവരൊക്കെ എന്നെ പോലെ ആയിരിക്കുമോ? അവൻ നിന്റെ അടുത്ത് ഒച്ച വെക്കും, അത് ഞാൻ അറിയും. അവനോട് ഞാൻ രണ്ടെണ്ണം പൊട്ടിക്കും, എന്നിട്ട് അവൻ അരുവാളെടുക്കും. അരുവാളെടുത്തിട്ട് ഞാൻ അവനെ വെട്ടും. അയ്യേ, എന്തൊരു അലമ്പായിരിക്കും അല്ലേ? പ്രേമം എന്ന് വെച്ചാൽ അഹിംസയാ. അതിൽ വെട്ടും കുത്തൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കുമോ? ഹലോ മിസ്റ്റർ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ വന്ന കാര്യം പറയൂ. ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ എങ്ങനെയാ? എന്തെങ്കിലും ഒരു കള്ളമൊക്കെ പറഞ്ഞ് കൈകാര്യം ചെയ്യണം. ബുക്ക് എപ്പോ നോക്കിയാലും എന്നെ തെറ്റിദ്ധരിക്കുവാണല്ലോ നീ. കാശി, രാമേശ്വരം, അല്ലടി ചക്കരെ, എല്ലാം പ്രായമുള്ളവര് പോകുന്ന സ്ഥലങ്ങളാണല്ലേ. നമ്മളെ പോലെ ലവേഴ്സ് ഒക്കെ പോകുന്ന സ്ഥലമൊന്നുമില്ലേ? നീ ഒന്ന് മൂളിയാ മാത്രം മതി. അല്ല മോളെ, ഒരു മനോഹരമായ താജ്മഹൽ, ഒരു എല്ലോറ, ഒരു അജന്ത, ഇതുപോലെ ലവേഴ്സ് ഒക്കെ പോകുന്ന സ്ഥലത്ത് നിങ്ങൾ ടൂർ എടുത്തില്ലേ? അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊന്നും ഞങ്ങളുടെ ട്രാവൽസ് ചെയ്ത് ടൂർ പോവാറില്ല. അതുകൊണ്ട് തന്നെ എന്റെ പ്രേമത്തിന് വില നിനക്ക് മനസ്സിലാവാത്തത്. എനിക്ക് അറിയണമെന്നേ ഇല്ല. ആദ്യം ഇവിടുന്ന് ഇറങ്ങി പൊയ്ക്കേ പൊയ്ക്കേ പൊയ്ക്കേ. നോക്കിക്കൂടി, ഒരു ദിവസം എന്തായാലും എന്റെ പ്രേമത്തിന്റെ വില നിനക്ക് മനസ്സിലാവും. അന്ന് നീ തന്നെ എന്നെ തേടി. എന്റെ ദൈവമേ, ഒന്ന് പോവോ? നന്ദി, നമസ്കാരം. ഇവൾക്ക് പോലും പ്രേമമുണ്ട്. ഇവൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ഇനി പ്രേമിക്കാഞ്ഞിട്ടാ. ചേട്ടാ, മല്ലിക വന്നിട്ടുണ്ട്. സുഖമായിരിക്കുന്നോ? സുഖം തന്നെ. അമ്മയുടെ അടുത്തൊന്ന് പോവാന്ന് കരുതി. പോയിട്ട് വാ. 10 ദിവസം അവിടെ പോയി സന്തോഷമായിട്ട് നിന്നിട്ട് വാ. അങ്ങനല്ല, അമ്മയുടെ വീട്ടിൽ തന്നെ തങ്ങാന്ന് കരുതുക. അതെന്താ? നാട്ടിലെ ഏതെങ്കിലും പയ്യന്മാര് നിന്നോട് വഴക്കിന് വന്നോ?
അത് പിന്നെ മീനാക്ഷി, നീ പോയി കുറച്ച് കാശിങ് എടുത്തിട്ടുണ്ടേ. ചെല്ലേ. എന്താ മോളെ പ്രശ്നം? ഇന്നലെ രാത്രി എന്താ മോളെ? ഇല്ലമ്മേ, ആരോ വാതില് മുട്ടിട്ടുണ്ട്. ഈ നേരത്ത് ആര് വന്ന് വാതിലിൽ മുട്ടാനാ? മോള് വന്ന് കിടക്ക്. മുട്ടിട്ടുണ്ടമ്മേ. നീ കേട്ടെങ്കിൽ ഞാനും കേക്കില്ലേ. എന്തെങ്കിലും സ്വപ്നം കണ്ടതായിരിക്കും. വന്ന് കിടക്ക്. കഥവും തുറക്കോ ഇല്ലയോ? ചത്തവൻ പ്രേതമായിട്ട് വന്ന് കഥകെ തട്ടിയിരുന്നു. അങ്ങനെയൊന്നും നടക്കില്ല മോളെ. കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ, അതുകൊണ്ട് നിനക്ക് വെറുതെ തോന്നിയതാ. എല്ലാം ഒരു ഭ്രമമാണ് മോളെ. ഇതുകൊണ്ടാണോ നീ നാട് വിട്ടു പോകുന്നത്? അത് മാത്രമല്ല, കൊച്ചിനെയും വെച്ച് ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനാ? ദേ നോക്ക് മല്ലികേ, വേണമെങ്കിൽ നിന്റെ അമ്മയുടെ കൂടെ പോയി നീ 10 ദിവസം നിന്നു. പക്ഷെ അതിന് കാണാത്തത് കണ്ടെന്ന് പറയുന്നത് ശരിയല്ല. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മനസ്സിലായി. ഈ കാര്യം എന്നോട് പറഞ്ഞതുപോലെ ഈ നാട്ടിൽ ആരോടും പറയാൻ നിൽക്കണ്ട. പിന്നെ ഈ നാട്ടുകാര് മനസ്സിൽ ചിന്തിക്കാത്ത കാര്യം കൂടി ഈ നാട് മൊത്തം പറഞ്ഞു നടക്കും. മനസ്സിലായോ? ഈ വീട് നിന്റെ വീട് പോലെ തന്നെയാ. നിനക്ക് എപ്പോ വേണമെങ്കിലും വരാൻ പോകാം. ഇവിടെ പഠിത്തം വെറുതെ കളയണ്ട. എന്നാ പിന്നെ നിങ്ങൾ പോയിട്ട് വാ. പെണ്ണ് കാണാൻ പോകുമ്പോ തന്നെ എന്ത് പറ്റുന്ന ഈ വണ്ടിക്കൊക്കെ? അനിയാ, നിങ്ങളോട് ആരാ ഇപ്പൊ എന്താ പറഞ്ഞേ? മാറിക്ക് അങ്ങോട്ട്. നിങ്ങൾ എന്തിനാ ഒന്നേ? വാ ഇങ്ങോട്ട് വാ. എടോ, ഞാനാ വണ്ടി ഒന്നാൻ പറഞ്ഞ തനിക്ക് എന്താ ഇപ്പോ? തനിക്ക് കുറച്ചെങ്കിലും ബോധം ഉണ്ടോ? അനിയനോട് എന്ത് ജോലിയാ പറയണതല്ലേ ബോധം ഉണ്ടോ? അനിയൻ എന്ത് വലിയ ആളാ. നീ ഇങ്ങോട്ട് വന്നേ. വണ്ടി ഒന്ന് ഉന്തി തരാനല്ലേ പറഞ്ഞത്, അല്ലാണ്ട് സ്വത്തൊന്നും അല്ലല്ലോ നീ ചോദിച്ചത്. പുറത്തുള്ളതല്ലേ? നിനക്ക് അനിയനെ പറ്റി ഒന്നും അറിയാത്തോണ്ടാ. നീ ഒന്ന് മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ പിന്നെ വിഷമിക്കേണ്ടി വരും. നീ വാ. ശരി ചേട്ടാ. മോനെ, ഞാനല്ലേ നിന്നോട് തള്ളാൻ പറഞ്ഞേ? അതെല്ലോ. നല്ല നേരം തീരുന്നതിന് മുൻപ് എനിക്ക് പെണ്ണ് കാണാൻ പോണം. ഒന്ന് തള്ളി തരുവോ? ചേട്ടാ, നിങ്ങളാണോ പയ്യൻ? അതെ മോനെ, ഞാനാ കല്യാണ പയ്യൻ. ചെറു പ്രായമല്ലേ ചേട്ടാ? എന്തൊരു സൗന്ദര്യം. All the best ചേട്ടാ. നമുക്ക് തള്ളാം. വാ ചേട്ടാ, നിങ്ങൾ പോയിക്കോ. പറഞ്ഞാ കേക്കില്ല. എന്നാ പിന്നെ അനുഭവിക്കട്ടെ. മോനെ, നിന്റെ കൈ തൊട്ട സെക്കൻഡ് വണ്ടി സ്റ്റാർട്ടായില്ലോടാ. സ്റ്റാർട്ടായി. രാഹുകാലം കഴിഞ്ഞില്ലേ? ഇനി എന്തായാലും പെണ്ണിനെ പിന്നെ കാണാം. കിട്ടേണ്ട കമ്മീഷൻ. മോനെ, അവന് വട്ടാടാ. ഞാൻ പോയി പെണ്ണ് കണ്ടിട്ട് വന്നേക്കാം. താങ്ക്സ് ഡാ മോനെ. എന്റെ കല്യാണത്തിന് നീ വന്നേക്കണം. താങ്ക്സാ. അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? വണ്ടി തള്ളാൻ പറഞ്ഞില്ലേ? കാശുതാ മോനെ. ഇതൊക്കെ ഒരു സഹായമല്ലേ? നിങ്ങൾക്കാണത് സഹായം, പക്ഷെ എനിക്ക് അതൊരു ജോലിയാ. വണ്ടി തള്ളാൻ പറഞ്ഞില്ലേ? വണ്ടി സ്റ്റാർട്ട് ആയില്ലേ? അപ്പൊ ഒരു 2000 രൂപ. 2000 രൂപയോ? വണ്ടിയുടെ വാടക 400 ഉള്ളൂ. നിനക്ക് അന്യായമായിട്ട് തോന്നുന്നില്ലടാ. ഓ, എന്റെ അടുത്ത് തന്നെ തർക്കുത്തരം പറയണം. എനിക്കിത് ആവശ്യം തന്നെ. ഞാൻ വണ്ടി തള്ളിയ ഉടനെ, വണ്ടി സ്റ്റാർട്ട് ആയ ഉടനെ നേരെ ഇവിടുന്ന് പെണ്ണിന്റെ വീട്ടിലോട്ട് പോയിട്ട് പെണ്ണിനെയും കണ്ടിട്ട് കല്യാണം കഴിച്ച ഉടനെ അവരുടെ വീട്ടിൽ ഒരു 200 പവനെങ്കിലും ചോദിക്കത്തില്ലേ? അതോ വീട് ചോദിക്കുമോ, കാർ ചോദിക്കുമോ, ബൈക്ക് ചോദിക്കുമോ? കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് നിങ്ങൾ ഹൈറ്റ് ആയ ഒരു സ്ഥലത്ത് ഹണിമൂണി പോകത്തില്ലേ? അവിടെ നിങ്ങൾ സന്തോഷമായിട്ടിരുന്നിട്ട് 2 കുട്ടികളെയും പ്രസവിച്ചിട്ട് നിന്റെ ഹൈറ്റിന് നീ 2 കുട്ടികളെ ചോദിക്കില്ല, ഒരുപാട് വേണമെന്ന് പറയില്ലേ? ഇതൊക്കെ ചേർത്ത് സന്തോഷമായിട്ട് നീ നല്ല ആഡംബരത്തോടെ ജീവിക്കത്തില്ലേ? പക്ഷെ ഈ വണ്ടി തള്ളി നിന്റെ ജീവിതം സ്റ്റാർട്ടാക്കി തന്ന ഞാൻ വെറുതെ നടുറോട്ടി നിൽക്കണം അല്ലേ? നീ മാത്രം സന്തോഷമായിട്ട് ജീവിച്ചാ എങ്ങനെയാ? ഡോ, വെളുത്തല്ലേ ഇരിക്കുന്നത്? തനിക്ക് നല്ല സൗന്ദര്യമില്ലേ? എങ്ങല്ലേ നീ? തനിക്ക് മനസാക്ഷിയില്ലടോ? പിടിച്ചോ, എനിക്ക് പെണ്ണും പെടക്കോഴും ഒന്നും വേണ്ട. ഞാൻ പോവോ? അങ്ങനെ വാടാ വഴിക്ക്. ആരെടുത്താ നീ? നല്ല തമ്പിയോട് അവന്റെ കളി. ശരിക്കും വേറെ വേദന പോലെ അഭിനയിക്കടാ. എന്നെയും കൂടെ നീ പെടുത്തല്ലേ? മനസ്സിലായല്ലോ? അതെ, വരുന്നുണ്ട്. എന്താ ഏട്ടാ, എന്ത് പറ്റി? അതൊന്നുമില്ല, ചേട്ടന് ഭയങ്കരമായിട്ട് വയറ് വേദനിക്കുന്നു. എനിക്കാണെങ്കിൽ വണ്ടി ഓടിക്കാൻ അറിയില്ല, അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് തള്ളിക്കൊണ്ട് പോവാ. വയറുവേദന നിങ്ങൾക്കല്ലേ? അത് നീ പോത്തിനെയും കൊണ്ട് എങ്ങോട്ടാ പോകുന്നത്? അയ്യോ, അങ്ങനെയല്ല പറഞ്ഞേ. വയറുവേദന എനിക്കല്ല, ദേ ഇവനാ. അയ്യോ, ഹോസ്പിറ്റലിലേക്ക് 10 കിലോമീറ്റർ ഇല്ലേ? അതുവരെ ഈ ബോഡിക്ക് സഹിക്കാൻ പറ്റുമോ? എന്താ കുട്ടി ഇങ്ങനൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നേ? ശരി, അവനോട് നിങ്ങൾക്ക് സ്നേഹമൊന്നുമില്ല, എന്നാലും കുറച്ച് സഹതാപം കാണിച്ചൂടെ? പാവല്ലേ, വയറുവേദന കാരണം കിടന്ന് പൊളയോ. പ്ലീസ് ഒന്ന് കോപ്പറേറ്റ് ചെയ്യുന്നേ. ശരി, മറ്റുള്ളവരെ പോലെ സഹായിച്ചിട്ട് ഞാൻ പൈസ ഒന്നും എന്തായാലും ചോദിക്കില്ല. കേറാൻ പറ. ശരി. എടാ ശ്രദ്ധിക്കണം, ബാലൻസ് തെറ്റിയാ പിടിച്ചോളണം. എന്തു പറ്റി മോളെ? എന്താ ഇവിടെ നിൽക്കുന്നേ? എന്താടാ, എന്താ കാര്യം പറ. വയറ് പൊത്തിപ്പിടിച്ച് നീ എന്താ ഇങ്ങനെ ഞെരിപ്പിട്ടുള്ളൂന്നേ? അതൊന്നുമില്ല ചേട്ടാ, അവന് ചെറിയൊരു വയറുവേദന, അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാ. ഹോസ്പിറ്റലിലേക്കാണോ? എന്നാ വാ, എന്റെ വണ്ടിയിൽ കയറിക്കോ. നല്ല കുതിരെ പോലെ ഓടുന്ന വണ്ടിയാടാ. ഓ ചേട്ടാ വേണ്ട, ഞാൻ ഈ വണ്ടി തന്നെ പോയിക്കോളാം. എന്താ മോനെ, ഒരു പെണ്ണിന്റെ വണ്ടിയുടെ പുറകിലാണ് കയറുന്നത്? നാട്ടുകാരുടെ മോശം പറയില്ലേ? നീ ഇങ്ങോട്ട് വാ മോനെ, എന്റെ വണ്ടിയിൽ കയറിക്കോ. നീ വെക്കോ ഇവരുടെ ബൈ. കേറ് മോനെ. ആർക്കെങ്കിലും സഹായം വേണമെങ്കിൽ ഈ ചേട്ടൻ ഒരു ഡിങ്കനെ പോലെ വന്നിരിക്കും. എങ്ങനെയുണ്ട്?
എടി കോമളവല്ലി, കോമളവല്ലി, എന്താ പറ്റിയേ? എന്നെ കൊണ്ട് പറ്റണില്ലടി. കിടന്നുറങ്ങ് വയസ്സാം കാലത്ത്. എടി എനിക്ക് മൂത്രമൊഴിക്കാൻ പറ്റിട്ട് അതാ പറ്റില്ലെന്ന് പറയണേ. നീ എന്തിനാ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞേ? ഓ, ഞാൻ മറ്റെന്തോ കരുതി. മുട്ടുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് വെളിയിൽ പൊക്കൂടെ. നാശം. എടി ഞാനൊന്ന് മൂത്രമൊഴിച്ചിട്ട് വരട്ടെ, എന്നിട്ട് ആരാന്ന് കാണിച്ചു തരാം ഞാൻ. രാത്രി നമ്മുടെ കറുപ്പന്റെ വീട്ടിലെ അയാളുടെ ആട്ടുകുട്ടിയെ കടിച്ച് രക്തം കുടിച്ച് പോയെന്നാ കേട്ടെ. എനിക്കെന്തോ ഇതെല്ലാം ആ മുനിയുടെ പണിയെന്നാ തോന്നുന്നത്. ഇത്രയും കാലം വരാത്ത മുനി ഇന്നലെ പെട്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇതൊക്കെ മരിച്ചുപോയ ആ മുത്തു ഒപ്പിക്കുന്ന പണിയാണെന്നാ. അതെങ്ങനെയാ മുത്തുവിന്റെ പണി തന്നെയാണെന്ന് പറയുന്നത്? പേടിച്ചോടി, എനിക്കല്ലേ അറിയുള്ളൂ. ഞാൻ മൂത്രമൊഴിക്കാൻ പോയപ്പോഴേ നല്ല തെറുപ്പ് പിടിയുടെ മണം വന്നു. ഈ നാട്ടില് തെറുപ്പ് പിടി വലിക്കുന്ന സ്വഭാവം ഈ മുത്തുവിന് മാത്രമേ ഉള്ളൂ. ഇതറിഞ്ഞ് അവന്റെ കെട്ടിയോള് ആരോടും മിണ്ടാതെ ഓടിപ്പോയി. ഈ അൽപായുസിൽ ചത്തവരൊക്കെ നാട്ടിലൊക്കെ പിശാചുകളായിട്ട് അലയാന്നാ തോന്നുന്നത്. ഇനി നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാ നടക്കാൻ പോകുന്നത് ആർക്കറിയാം. ഇങ്ങനെ നടന്ന് പേടിക്കല്ലേ. ഇങ്ങനെയാണോ നാട്ടിലൊന്നും പറഞ്ഞു നടക്കുന്നത്? അതുകൊണ്ടാണല്ലേ ഒരാളെപ്പോലും കടയിലോട്ട് കാണാത്തത്. കണ്ടല്ലോ. എന്തുവാ ചേച്ചി? അറിയില്ല, നോക്കട്ടെ. എന്താ ആലോചിക്കുന്നേ? ഇന്നലെ അല്ലേ പെട്രോൾ അടിച്ചത്? അയ്യോ, എനിക്ക് സ്കൂളിലേക്ക് ലേറ്റ് ആയി. ഇന്ന് എനിക്ക് എക്സാം കൂടെ ഉണ്ട്. എനിക്ക് വേഗം പോണം ചേച്ചി. ഇന്നലെ ഫുൾ ടാങ്ക് അടിച്ചതേ ഉള്ളടി. എനിക്ക് സമയായി. എന്താ പറ്റിയേ? നീ ഓഫീസിലും പോവാതെ ഇവിടെ സ്കൂളിലും പോവാതെ ഇവിടെ എന്തോ ചെയ്യുവാ? മനസ്സിലാവുന്നില്ലേ? പെട്രോൾ ഇല്ലാതെ വണ്ടി നിന്ന് പോയതാ. ഓ, പെട്രോൾ മോഷ്ടിച്ചു തന്നെ ഞങ്ങളാ. ആ പെട്രോൾ ഇല്ലാതെ വണ്ടി നീങ്ങില്ലല്ലോ. ഇവിടുന്ന് പെട്രോൾ ബങ്ക് ഒരു 5 കിലോമീറ്റർ വരത്തില്ലേ? ശരിയാ ചേട്ടാ, ഞങ്ങൾക്ക് കുറച്ച് പെട്രോൾ തന്നാ എനിക്കും ചേച്ചിക്കും പോവാലോ. വണ്ടി എന്റേതായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തിട്ട് പോവായിരുന്നു. പക്ഷെ വണ്ടി എന്റേതല്ല, പെട്രോളും ഇല്ല. എന്താ ചെയ്യാ? ഞാനും അവന്റെ കൂടെ ഓസിക്ക് വന്നതല്ലേ. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, രണ്ടുപേരെയും തള്ളിക്കൊണ്ട് പോട്ടെ. അതല്ലടാ അളിയാ, രണ്ടുപേരെയും വണ്ടിയിലിരുത്തി നമുക്ക് തള്ളിക്കൊണ്ട് പോവാന്ന്. അല്ലാതെ നിനക്ക് ദോഷമുള്ളൊന്നും അല്ലടാ. അതിന് ഞങ്ങൾ നടന്നു പോയിക്കോളാലോ. നിങ്ങളെ കൊണ്ട് പെട്രോൾ വാങ്ങി തരാൻ പറ്റുമല്ലയോ? എന്റെ പൊന്നു മോളെ, എന്ത് തന്നെ ആയാലും വണ്ടി ഓണറായിട്ട് സംസാരിച്ചോ, എന്നെ വിട്ടേക്ക്. അങ്കിൾ. അങ്കിളോ? അങ്കിൾ. അങ്കിളോ? അളിയാ, എടാ ഈ കുട്ടി നിന്നെയാടോ വിളിക്കുന്നേ? എന്താ? ഞാൻ വേണമെങ്കിൽ കുറച്ച് പൈസ തരാം അങ്കിൾ. കുറച്ച് പെട്രോൾ തരുമോ അങ്കിൾ? പ്ലീസ് അങ്കിൾ. വീണ്ടും അങ്കിളോ? ഈ മോന്തൊക്കെ കണ്ടിട്ട് നിനക്ക് ചേട്ടന്ന് വിളിക്കാൻ തോന്നുമോ? എന്തേ എന്നെയൊക്കെ കണ്ടിട്ട് നിനക്ക് ചേട്ടാന്ന് വിളിക്കാൻ തോന്നില്ലേ? എല്ലാം നിന്റെ ചേച്ചിയുടെ ട്രെയിനിങ് അല്ലേ? കാശുണ്ടെങ്കിൽ എന്ത് വേണേലും സംസാരിക്കുവോ? ഈ വണ്ടിയിൽ നിന്ന് പെട്രോൾ എടുക്കുന്നത് ഒന്നാ, എന്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നത് ഒന്നാ. നിങ്ങൾ രണ്ടുപേരും വേണമെങ്കിൽ എന്റെ കൂടെ ഡബിൾസ് വന്നേക്ക്, എനിക്കൊരു കുഴപ്പമില്ല. കം ഓൺ ചേച്ചി, പ്ലീസ് ചേച്ചി, വാ നമുക്ക് പോവാം. എന്താ ചേച്ചി ആലോചിക്കുന്നത്? വാ നമുക്ക് പോവാം ചേച്ചി. പറ ചേച്ചി. അനിത, ഞാൻ നിനക്ക് വേണ്ടി മാത്രം വരാം. ഒന്ന് വേഗം വാന്നേ ചേട്ടാ, വണ്ടി സൂക്ഷിച്ചു. നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വാ. എന്താ മോളെ, എന്താ പ്രശ്നം? ഈ മരുന്നെങ്കിലും തോന്നിയ ദിവസം കാണിച്ചോ? പറയും മോളെ, പേടിച്ചകത്തിടാന്നേ. ഈ ഏരിയൽ ഇൻസ്പെക്ടർ എന്റെ ആളാ. ഇവനാണോ അവനാണോ? ചേട്ടാ, പ്രശ്നമൊന്നുമില്ല. വണ്ടിയുടെ പെട്രോൾ തീർന്നു പോയി, അത്രേ ഉള്ളൂ. അത്രേ ഉള്ള കാര്യം. ചേട്ടൻ ഇപ്പഴാ ഫുൾ ടാങ്ക് അടിച്ചത്. എന്താ എനിക്കറിയില്ല. ശരി, നോക്കി പോണേ. പോയിട്ട് ആ ശരി ശരി. എന്താ മോനെ, പുറയത് വല്ലാതെ മുഖം വരുന്നല്ലോ. എടാ അടിച്ചോടാ, ഞാൻ വേണ്ടെന്ന് പറയില്ല. പക്ഷെ ഇതെന്തിനാണെന്ന് പറഞ്ഞിട്ട് അടിക്ക്. കാര്യം പറയാതെ അടി കൊടുത്തതിൽ ഒരു സുഖമില്ലടാ. നിന്നടുത്ത് പറഞ്ഞിട്ട് അടിക്കണം അല്ലേ? എന്താടാ, 4 പേര് 4 ദിശയിൽ നിർത്തി റോഡും ബ്ലോക്ക് ആക്കി നടുറോട്ടി വെച്ച് പെണ്ണിനെ ലോക്കാക്കി ലവ് ഡെവലപ്പ് ചെയ്യാന്ന് വിചാരിച്ചാ വെറും 1/2 ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ട് എന്റെ പദ്ധതികളെല്ലാം കലക്കില്ലടാ. മൊട്ട ഇപ്പൊ പറയടാ, നീ ചെയ്തതേ ശരിയാണോ അതോ തെറ്റോ? ശരിയാ, തെറ്റാണെന്ന് പോലെ ഇപ്പൊ തോന്നുന്നു. ഇതൊക്കെ അറിഞ്ഞോണ്ടാണല്ലേ ചെയ്യുന്നേ? അടിക്കടാ ഇവനെ. എന്താ ചോദിച്ചേ? പുറകിന്ന് പുക വരുന്നോ? ഇപ്പൊ തന്റെ പുറകിന്ന് വരാൻ പോകുന്ന നോക്കിക്കോ. എടാ കുട്ടിയാനെ, ഇടിയാ.
പവിത്ര പവിത്ര എവിടെ? ഗീത ഗീത എന്താ എന്താ ചേട്ടാ? മോളകത്തുണ്ടോ? ഇല്ല, നിങ്ങളുടെ കൂടെ അല്ലേ ആ കിടന്നത്? ഇവിടെ കിടന്നിരുന്നേ. ഇപ്പൊ എവിടെ പോയി ഒരു അറിയില്ലല്ലോ. കുഞ്ഞിനെ നോക്കാൻ പോലും നിങ്ങൾക്ക് കഴിവില്ല. ചേട്ടാ, പവിത്രയെ കണ്ടു കേട്ടോ. എന്തു പറ്റിയതാ? അളിയ, കൊച്ചിനെ എവിടെയും കാണാനില്ലടാ. ഈ നാട് മൊത്തം തെരഞ്ഞു നോക്കി. ഈ രാത്രിയില് അവൾ എവിടെ പോയിന്ന് പിടികിട്ടുന്നില്ലടാ. പവിത്ര പവിത്ര, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാണോ? ഡാ, അവൾക്കൊന്നും സംഭവിക്കില്ല. വെറുതെ ഇരിക്കടാ. എടാ, അതല്ലടാ ഞാൻ. നീ ഒന്ന് വെറുതെ ഡാ കേട്ടെ. തെക്ക് വശത്ത് ഏതോ ഒരു നായ പറയുന്ന ശബ്ദം കേൾക്കുന്നില്ലേ? മോളെ പവിത്ര, കൊച്ചിനെ നോക്കണ്ട, എന്ത് കാണിച്ചോണ്ടിരിക്കുന്നു? എന്ത് കഷ്ടമായത്. അതെ, നന്നായിട്ടൊന്ന് തേടി നോക്ക്, എവിടെയെങ്കിലും ഉണ്ടോ. ഇവിടെയല്ലേ ആ ശബ്ദം കേട്ടത്? ഹേയ് മോളെ, ഹേയ് എടാ മോളെ, ഹേയ് ഇവിടെന്താ മോളെ ചെയ്യുന്നേ? പവിത്ര, നിന്നെ ആരും ഇങ്ങോട്ട് കൊടുക്കണോ? നീ എവിടെ പോയതായിരുന്നു? നീ അച്ഛന്റെ അടുത്തല്ലേ കിടന്നുറങ്ങിയിരുന്നേ? എന്ത് കഷ്ടം. അല്ലട്ടാ, കൊച്ചിനെ ശ്രദ്ധിക്കാതെ എന്ത് ചെയ്യുമായിരുന്നു നിങ്ങൾ? അടുത്താ കിടന്നോണ്ടിരുന്നേ. പെട്ടെന്ന് നോക്കി ഇവിടെ കാണാനില്ല. ഇവിടെ എങ്ങനെ വന്നെന്ന് എനിക്ക് അറിയില്ല. നീയാ നോക്കേ, ഒരു ചുരുട്ട് എടുക്കുന്നേ. ഇത് മുത്തുവിന്റെ പണിയാന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ചുരുട്ട് വലിക്കുന്നത് ആകെ അവൻ മാത്രമേ ഉള്ളൂ. ചേട്ടാ, എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്? കൊച്ചു ഉറക്കത്തിൽ നടന്നു വന്ന് നിൽക്കുമായിരുന്നു. വെറുതെ അനാവശ്യം പറയുന്നത് കേട്ടോ. ആദ്യം ഇവിടുന്ന് പോയിക്കേ നിങ്ങള്. ഞാനെന്തെങ്കിലും പറയും കേട്ടോ. എല്ലാരും ഇവിടുന്ന് പോയിക്കേ. ചേട്ടാ, നിങ്ങൾ കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോകും. അവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു പറയുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. അതെന്നെ, രാത്രി ഇപ്പൊ മൂത്രമൊഴിക്കാനും പോലും പുറത്തിറങ്ങാൻ പറ്റുന്നില്ലെന്നേ. എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. നമ്മുടെ നാടിന് എന്താ പറ്റിയെന്ന് അറിയില്ല. ആ മരിച്ചോയി മുത്തുവിന് പ്രേതം നാട്ടിലൊക്കെ കിടന്ന് അലയുന്നുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിച്ചോ. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? അപ്പുറത്തെ ഗ്രാമത്തിലെ രാത്രിയായ പേയ് പിശാചെന്ന് പറഞ്ഞ് ഭയന്നിരിക്കുകയാണ് എല്ലാവരും. ഈ കാലഘട്ടത്തിൽ പ്രേതെന്ന് പറഞ്ഞ് ഭയന്നിരിക്കുന്നത് എന്തിനാന്ന്? എന്താടാ നിങ്ങൾക്കെല്ലാവർക്കും ഭ്രാന്ത് പിടിച്ചോ? നാട്ടിൽ ഭൂതം പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാരും പേടിപ്പിക്കുക. 2 ദിവസം ഒരാൾ നാട്ടിലെന്നും പറഞ്ഞോണ്ട് വായി തോന്നൊക്കെ വിളിച്ചു പറഞ്ഞത് ശരിയാണോ? നമ്മുടെയൊക്കെ മുത്തശ്ശനും മുതുമുത്തശ്ശന്മാരും ഒക്കെ വർഷങ്ങളോളം താമസിച്ച ഭൂമിയാണിത്. ഇത്രയും കാലം ഇല്ലാത്ത ഭൂതം പ്രേതമൊക്കെ എങ്ങനെയാണ് ഇപ്പൊ വന്നത്? അനിയ, നമ്മുടെ നാട്ടിൽ അങ്ങനെ നടക്കില്ലെന്ന് സത്യം തന്നെയാണ്. എന്നാൽ ആ മുത്ത് മരിച്ചതിന് ശേഷം ഈ നാട്ടിൽ നടക്കാൻ പാടില്ലതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. വയസ്സ് കുറെ ആയില്ലേ, വിവരമില്ലാതെ സംസാരിക്കാതെ. എന്താ അനിയൻ ഇങ്ങനെ പെട്ടെന്ന് സംസാരിക്കുന്നത്? അതുകൊണ്ട് അനിയ, ഞാൻ രാത്രി 1 പോകുന്ന സമയത്ത് ഞാൻ കണ്ടു. നോക്ക്, ഇനി ഇവിടെ അത് വന്നു ഇത് വന്നു പറഞ്ഞ് വല്ലതും പറഞ്ഞു നടന്നാലുണ്ടല്ലോ എല്ലാവരും നല്ല പണി തരും. പ്രേതം ഇറങ്ങിയെന്ന് പോയി അവനൊരു പണി നോക്ക്. സ്വന്തം കാര്യം നോക്കാതെ ഓരോന്നും പറഞ്ഞോണ്ടിറങ്ങിക്കാൻ. ഓരോ തനിക്ക് ഇത്ര പ്രായമായില്ലിടും, എന്നിട്ട് ഇങ്ങനെയൊക്കെ വിശ്വസിക്കാവൂ? അനിയ, പറയുന്ന കേക്ക്. അനിയ, ഓ, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലല്ലോ. വരും മോളെ. നമസ്കാരം. അർച്ചന ഉണ്ടേ സ്വാമി. എന്റെ പേരില് പേര് കൊടി, മിഥുന രാശി, തിരുവാതിര നക്ഷത്രം, ശിവഗോത്രം. ട്രാവൽസ് ഓഫീസിൽ ജോലി ചെയ്യുന്നു. ഇന്ന് നിന്റെ പിറന്നാളാണ്. അതുകൊണ്ട് അമ്മേനെ ദർശിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അതെ, ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ? എല്ലാം അവൻ പറഞ്ഞതാണ്. ശരി, പോയിട്ട്. ഹായ് കൊടി, കണ്ടില്ലേ എങ്ങനെയുണ്ടായിരുന്നു സർപ്രൈസ്? സൂപ്പർ, ഒരുപാട് ഇഷ്ടായി. നിനക്ക് മാത്രം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു സർപ്രൈസ് തരുമെന്ന് ഒട്ടും വിചാരിച്ചില്ല ഞാൻ. നിനക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണമല്ലോ. ഇതാ, നീ ചെയ്ത ജോലിക്ക് എന്റെ ഗിഫ്റ്റ്. അയ്യോ കൊടി, എന്താ സെങ്കൊടി ഇതൊക്കെ? എന്താ കളിക്കുവാണോ? നിന്നെ ഞാൻ പ്രേമിച്ചതിന് ഇതാണ് സമ്മാനം. ഹലോ, ഇത്ര ഡയലോഗ് ഒന്നും അടിക്കണ്ട. നീ ചെയ്ത ജോലിക്ക് ദാക്കൂലി. ഇത് തന്നെയല്ലേ നീ പ്രതീക്ഷിക്കുന്നത്? വേണ്ട സെങ്കൊടി, എന്നാലും നിനക്ക് ഇത്ര അഹങ്കാരം പാടില്ല. അതേടാ, ഞാൻ അഹങ്കാരിയാ. എന്റെ പുറകെ വരണ്ട, പോ. ആ പൂഞ്ചോലപ്പാടം ഇറങ്ങേണ്ടവർ വന്നേ. പൂഞ്ചോലപ്പാടം. ആ പോട്ടെ, റൈറ്റ്. വരൂ 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 വരൂ. താങ്കളെ ക്ഷണിക്കാൻ വേണ്ടിയാ ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങിയത്. സുഖമല്ലേ? ആ, സുഖം തന്നെ. വാ മോളെ. ആ, വരുവാ. ഉത്സവത്തിന് വരുന്നു പ്രതീക്ഷിച്ചു.
ഹായ് ഡാഡ്, ഹായ് ഡാഡ്. ഡാഡ്. എഴുന്നേറ്റ് പണ്ടാരടി വാതിൽ മുട്ടിത്തല്ലടി. വാതിൽ മുട്ടുന്നുണ്ടെങ്കിൽ പോയി തുറന്നു നോക്കിയാ പോരെ. എടി ഞാൻ പോയി നോക്കാനായിട്ട് നിന്നെ എന്തിനാണ് വിളിക്കുന്നത്? വലിയ മീശയും കൊണ്ട് നടക്കുന്നില്ലേ, പോയി നോക്കിക്കൂടെ നിങ്ങൾക്ക്? മീശ ചാനൽ വെച്ചിരിക്കുന്നത് താക്കോല് നിന്റെ ഓ, നിങ്ങളെ കൊണ്ട് വല്ലാത്ത ശല്യായി. മാറി എഴുന്നേറ്റ് അവിടെ. കുറവേ ഇല്ല. ഓ അപ്പാസ്വാമി, എത്ര നേരം കൊണ്ടാ ഞാൻ വിളിക്കുന്നത്? മര്യാദ കഥ തുറക്കടോ. എടി മുത്ത് വന്നേക്കലടി. എടാ മുത്ത്, നീ എന്താണ് വിചാരിക്കുന്നത്? രാസ്കോയ്, നിനക്ക് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അത് രാത്രി വന്നതിനെ തട്ടിമുട്ടുന്നത്. ബുദ്ധിയില്ലാത്ത എന്റെ അച്ഛാ, നിങ്ങളുടെ മോനാ വന്നേക്കുന്നത്. കഥ തുറക്കാൻ കേട്ടില്ലടി, പ്രേതം നമ്മുടെ മകനെ പോലെ സംസാരിക്കണത്. നീ ഇപ്പൊ എന്റെ മോനെ പോലെ സംസാരിച്ച വാതിൽ തുറക്കുന്ന വിചാരിച്ചാ? ഞാൻ എന്താ പമ്പര വിട്ടിയാ? അറിയാൻ വേണ്ടിട്ട് ചോദിക്കാ. ശബ്ദം മാറ്റി സംസാരിക്കുന്നോ? അതെ, നിങ്ങളൊരു പമ്പര വിട്ടിയാ? എടാ മുത്തു, അങ്ങേർക്ക് പേടിയുണ്ടെന്ന് മനസ്സിലായില്ലേ നിനക്ക്? നീ അയൽവക്കത്തങ്ങാൻ പോകാൻ നോക്ക. എന്താ അടുത്തേതിലും വീട്ടിൽ പോകാനോ? ഞാനെന്താ ഇവിടുത്തെ പിച്ചക്കാരനോ? അമ്മേ, മര്യാദക്ക് കഥ തുറക്കുന്നില്ല, ഞാൻ ചവിട്ടി പൊളിച്ച് അകത്ത് പറഞ്ഞോ? അയ്യോ, നീ നിൽക്കുന്ന പ്രാന്ത് പിടിച്ചോരെ ഭാര്യ. രണ്ട് വാക്ക് പറഞ്ഞ് പറഞ്ഞയക്കുമെന്ന് വിചാരിച്ചാല് അകത്തേക്ക് കയറ്റി വിടുന്നു. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഓടിച്ചു വിടാനോ? ഹലോ, മുരുകനാണോ? ചത്തുപോയ മുത്തു എന്റെ വീടിന് മുമ്പിലുണ്ട്. അരിയിലോട്ട് വിടുവാ. അയ്യോ, മര്യാദ കഥ തുറക്ക്, എന്നെ കൊണ്ട് പറ്റുന്നില്ല. അവിടെ വീടിന്റെ കഥക്കിൽ തട്ടി ഇത്രയും പേര് വെളി വന്നിരിക്കുന്നു. നിങ്ങളൊക്കെ ആരാ? എന്താടാ എന്റെ മോൻ നാട്ടിലില്ലാത്ത സമയം പേടിപ്പിക്കാണെന്ന് വിചാരിച്ചോ? ഇന്നത്തോടെ ഇത് നമ്മുടെ മോനെ പോലെ ഉണ്ടല്ലോ. ശരിയടി, കരയുന്ന ശബ്ദം കേട്ടത് നമ്മുടെ മോന്റെ ശബ്ദം പോലെ. നിങ്ങൾ പറയുന്നത് സത്യമാണോ? അതെ മോനെ. എന്നാ പിന്നെ എനിക്ക് അയ്യോ, എന്റെ മോനെ ഞാൻ അടിക്കാൻ പറഞ്ഞല്ലോ. എന്റെ മോനെ കാരണമല്ല, സ്വന്തം മോനെ പ്രയത്നം കാണാൻ തിരിച്ചറിയില്ല എനിക്ക്. നീ എല്ലാവരും അപ്പനാണോ? നിന്നെ ഉണ്ടല്ലോ. എടാ വാതിൽ തട്ടേ കഴുതേ, ഞാനാണ് നിങ്ങളുടെ മോനാണ് വന്നിരിക്കുന്നത് പറയാൻ പാടില്ലായിരുന്ന? ഞാനൊരു സർപ്രൈസ് തരാന്ന് വിചാരിച്ചാ. എടാ, അല്ലെങ്കിൽ നാട്ടില് പ്രശ്ന പോരാത്തൊരു സർപ്രൈസ് എന്ന് പറഞ്ഞോണ്ട് അകത്തേക്ക് വാടാ. അകത്തേക്ക് വിളിച്ചിട്ട് വരാൻ പറ്റത്തില്ല, പോകോ. എടാ വാടാത്തേക്ക്. വരത്തില്ല, പൊക്കോ. വരലീ പൊക്കോടാ. ഞാൻ വരുന്ന വഴി കുപ്പി മേടിച്ചോണ്ടെന്ന് വേണ്ടല്ലോ അല്ലേ? എടാ അകത്തേക്ക് വാടാ. വാടാ 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 വാടാ. പാതിരാത്രിക്ക് നാട്ടുകാരുടെ ഉറക്കമെല്ലാം കളഞ്ഞിട്ട് ഈ കുടുംബത്തിലെ എല്ലാവർക്കും വട്ടാ. ഓടോ വാടാ. ഞാൻ അകത്തോട്ട് വന്ന് കാണിച്ചിട്ട് കുപ്പി എടുത്തോടാ. ഞാൻ ഫോറിന് മേടിച്ചോണ്ട് കുപ്പിയാ, നോക്കി കുടിക്കണം കേട്ടാ. ഭൂതമേ, ഒരു നിമിഷം നിക്ക്. ഒരുപാട് വേദനിച്ചല്ലേ? വന്നുടനെ ഈ നാട്ടുകാരനെ ഒരുപാട് അടിച്ച് എല്ലാവർക്കും വട്ടാ ഇവിടെ. അതേടാ, നാട്ടുകാരൊന്നും എന്നെ അത്ര അടിച്ചില്ലടാ. എല്ലാ ദേഷ്യവും മനസ്സിൽ വെച്ച് കരുതിക്കൊണ്ട് നിങ്ങളല്ലടാ എന്നെ അടിച്ചത്. അല്ല അളിയാ, നീ ഒരു പ്രേതമാന്ന് കരുതി അങ്ങനെ അടിച്ചത്. അതിന് ഇങ്ങനെ സങ്കടപ്പെടല്ലേടാ. ഏത് ലോകത്താടാ പ്രേതത്തെ കെട്ടി വെച്ച് അടിച്ചിട്ടുള്ളേ? നാട്ടിൽ വരാത്തതിന്റെ ദേഷ്യം മൊത്തത്തിൽ നിങ്ങളെല്ലാം കൂടെ തീർത്തല്ലേ? അളിയാ, എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? പാതിരാത്രിക്ക് നീയും ആ പ്രേതവും ഒരേപോലെ. അല്ലളിയാ, ഇരുട്ടത്ത് ഞാൻ മോന്ത ശരിക്കും കണ്ടില്ല. ഒരു ചെറിയ ടെക്നിക്കൽ മിസ്റ്റേക്ക്. അത് വലിയ കാര്യമായിട്ട് എടുത്ത എങ്ങനെയാ? അത് വിടളിയാ. വിടാൻ പറ്റത്തില്ലടാ, അവനെ വിടാനേ പറ്റത്തില്ല. ഞാൻ നാട്ടിൽ നിൽക്കുമ്പോ എന്നെ ഗൾഫിലോട്ട് ഓടിച്ചു വിട്ടില്ലേ? അങ്ങനെ ഭരിച്ചെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോ ഞാൻ പിന്നെ തിരിച്ചു പോകണമെന്ന് തോന്നുന്നു. അവൻ ഏത് പ്രേതമാണെങ്കിലും വിശേഷമാണെങ്കിലും ഞാൻ അവനെ കൊല്ലാതെ വിടില്ലടാ. എടാ അളിയാ, നിനക്ക് ആ പ്രേതത്തെ പറ്റി അറിയില്ല. നീ കുറെ നാളായിട്ട് ഈ നാട്ടിലില്ലല്ലോ. ആ പ്രേതം പെട്ടെന്ന് റോട്ടിലൂടെ ഓടും, ഓരോ വീട്ടിൽ പോയിട്ട് വാതിലിന് തട്ടും. നാട്ടുകാർ മുഴുവൻ ഇത് കാരണം പേടിച്ച് നടക്കുവായിപ്പോ. പ്രേതം എന്ന് വെച്ചാൽ ചില്ലറ പ്രേതമൊന്നും അല്ല. പ്രേതത്തെ കുറിച്ച് എന്നോടാണ് പറഞ്ഞത്. അവൻ പ്രേതമാണെങ്കിൽ ഞാൻ ഭൂതോ? ആരോടാ? ആ പ്രേതമാണ് ഈ ഭൂതവാണ്ടിയാണോ നോക്കടാ. ആ പ്രേതത്തെ കാണാൻ ആരൊക്കെ വരുന്നുണ്ടാ? സത്യം ചെയ്യടാ. അളിയാ, അളിയാ, മൈനക്ക് തീരെ സുഖമില്ലത്രേ. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാടാ. മൈനക്ക് ടോണിക്ക് ജീവനുണ്ടെങ്കിൽ രാവിലെ കാണാവടാ. നീ മാത്രമേ ഉള്ളൂടാ എന്റെ കൂടെ വരാനായിട്ട്. അളിയാ, നീ എന്നെയാണോടാ സംശയിക്കുന്നേ? നീ ആ കൈ അങ്ങ് നീട്ടിക്കേ. നിന്റെ മേലെ സത്യമായിട്ട്. ഒരു നിമിഷം അളിയാ. ആരെ ഈ സമയത്ത്? കൊടി കൊടി പറമോളെ. ഒരു നിമിഷം നിൽക്കുമോളെ. കൊടി ലൈനിലുണ്ട്. മുഖ്യമായ ഒരു കോളാ. നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീ നേരെ നടന്നു പോയാൽ മതി. ഞാൻ നിന്റെ പുറകെ തന്നെ വരാം. പറമോളെ. ഒരു നിമിഷം. നീ നേരെ പോകുന്ന പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാതെ ഇങ്ങോട്ട് പോകുന്നു. നീ അത് നേരെ ഒന്ന് നടന്നു പോടാ. നീ പറമോളെ. അങ്ങനെയല്ല, ടവർ ഇല്ലാത്തത് പേടിച്ചു തൂറികളെ. എല്ലാരും പേടിച്ചല്ലടാ. ഈ സിംഗിൾ ആയിട്ടാണ് ആ പ്രേതത്തെ പിടിക്കുന്ന വെച്ചാൽ ആരെ കൊണ്ട് മാറ്റാൻ പറ്റും? പിടിച്ചു തരാടാ ഞാൻ. മുത്തേ, ഈ നാട്ടിൽ നീ ഇരിക്കണം അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവണം. രണ്ടിലേതെങ്കിലും നോക്കടാ. ചിരിയൊന്നും നിർത്താമോ? വെറുതെ ഒരു തമാശക്ക് ചെയ്തതാടി. പാവം,
ആ ചേട്ടൻ 4 വർഷം കഴിഞ്ഞ് അച്ഛനമ്മയെ കാണാൻ വന്ന ആളാ. അയാളെ നാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചില്ലേ? അതെ, പ്രേതം എന്ന് പറഞ്ഞാൽ നിനക്ക് പേടിയില്ലേ? പേടിയാ എനിക്ക്? ആദ്യത്തെ തവണ കാണുമ്പോ ഭയങ്കര പേടിയായിരുന്നു. അതിനുശേഷം കണ്ട് അതിനിവിടെ നടന്ന് അങ്ങനെ പേടിയെല്ലാം പോയി. അതിനുശേഷം അതിനെ കാണുമ്പോഴൊക്കെ എനിക്ക് ഇഷ്ടം തോന്നുവാണ്. ഇപ്പോ പ്രേതത്തിനെ കണ്ടെന്നല്ലേ പറഞ്ഞേ? ഇപ്പൊ കാണാൻ പറ്റുമോ? ഇപ്പോ കാണാൻ പറ്റുമല്ലോ. എങ്ങനെ? കണ്ണടക്കേ. ഒന്ന് കണ്ണടക്കേ. ഹേയ്, അല്ലടി, നിന്റെ അടുത്ത് കണ്ണടക്കാനല്ലേ പറഞ്ഞേ? എന്തിനാ വായടക്കുന്നേ? നീ എന്തിനാ കണ്ണടയ്ക്കാൻ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ നല്ല തമ്പിയില്ലേ, പെർമിഷൻ ഇല്ലാത്ത കൊച്ചു കുട്ടികൾക്ക് പോലും ഉമ്മ തരത്തില്ല. മനസ്സിലായല്ലോ? ഇപ്പൊ കാണുക. ഇവിടെ നോക്ക്, എന്റെ കണ്ണടയിലേക്ക് നോക്ക്. അയ്യോ, ലക്ഷ്യമായിട്ട് മാറുവാണല്ലോ. ഞാനാണോ പ്രേതം? പറയടാ, ദേവത അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഞാനല്ലേ പ്രേതം? ഞാനാണോ പ്രേതം? മിണ്ടണ്ട എന്നോട്. ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞേ. എന്നോട് മിണ്ടണ്ടെന്നാ പറഞ്ഞേ. ശരി, വാ സംസാരിക്കണ്ട, കെട്ടിപ്പിടിക്കാം. എടാ പാണ്ഡുരംഗ, പഴയ കാലത്തെ ചെറിയ പെൺകുട്ടികളൊക്കെ എന്താ നമ്മൾ വിളിക്കാറുള്ളത്? നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ. അന്ന് ആരോഗ്യമുള്ളവരെന്ന് പറഞ്ഞില്ല, പക്ഷെ ഇപ്പോഴോ വാടിപ്പോയായിരുന്നല്ലേ പറയുന്നത്. അതെ, ഓറഞ്ച് കഴിച്ചു നോക്കിയാലോ? കിലോ എന്താ വില? കിലോ 50 രൂപ. 50 അത്ര? 50? ഒന്ന് കാണിച്ചു നോക്കട്ടെ. 50 20 നോക്കിയിട്ട് പറയാം. കണ്ടാലും കണ്ടില്ലല്ലോ, അത് തന്നെ വില. ആദ്യം താഴെ കയറി ഓറഞ്ച് നോക്കട്ടെ. നിങ്ങൾ നന്നായിട്ട് നോക്കിക്കോട്ടെ. എന്താ ഇത് ഓറഞ്ച് ഇങ്ങനെ ചുളുങ്ങി കൂടി കിടക്കണത്? കാണുന്നവനൊക്കെ പിടിച്ചു നോക്കിയാലും പഴം ഇങ്ങനെ ആയി പോകും. വരുന്നവനൊക്കെ ഇങ്ങനെ ഞെക്കി പിടിച്ച് ഇങ്ങനെ ആവോ? ഇപ്പൊ നിങ്ങൾ അത് തന്നെയല്ലേ ചെയ്തത്. ഇപ്പൊ കയ്യിൽ വെച്ചിരിക്കുന്ന പഴം കൊട്ടയിലോട്ടിട്. നിങ്ങക്ക് എത്ര കിലോ വേണ്ടേ? എനിക്ക് കിലോ ഒന്നും വേണ്ട, അമങ്ങാത്ത 2 ഓറഞ്ച് ഇങ്ങോട്ട് കൊണ്ടാ. കിളവാ, വയസ്സായിട്ട് നിങ്ങൾ സൂക്കേട് മാറിയിട്ടില്ലല്ലോ. ഇന്ന് എടുത്തോ, 20 രൂപ. ഇന്ന് വായിലിട്ട് അമുക്കിക്കോ. അല്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് പോക്കി തരില്ലേ? ഈ വയസ്സാം കാലത്ത് നിങ്ങൾ എന്തിനാ കഷ്ടപ്പെടുന്നത്? ആരെ കണ്ടിട്ട് വയസ്സനെന്ന് പറഞ്ഞത്? ഏതോ കുറച്ച് മുടി വെളുത്തായി പോയി, അതുകൊണ്ട് വയസ്സനെന്ന് പറയാൻ പറ്റുമോ? നീ പിടിച്ചോ, ഞാൻ പൊക്കി തരാം. ഇല്ല വേണ്ട, ഞാൻ തന്നെ എടുത്തിട്ട് പൊക്കോളാം. കണ്ടില്ലേ, കൊള്ളല്ലേ? നോക്കിയതൊക്കെ മതി, ഓറഞ്ച് തിന്നാൻ നോക്കി. ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നല്ലോ, അവളിത് എവിടെ പോയി? സ്വാതി, സ്വാതി, സ്വാതി. അതെ, എഴുന്നേക്ക്, ഒന്ന് എഴുന്നേക്ക്. നമ്മുടെ സ്വാതിയെ കാണുന്നില്ല. സ്വാതി, മോളെ സ്വാതി, നീ ഇതെവിടെ പോയേ? ആരാ ഈ സമയത്ത്? സ്വാതി, ഈ കൊച്ചത് എവിടെ പോയോ ആവോ? ഈ സമയത്ത് ഇങ്ങോട്ടൊക്കെ സ്വാതി പറഞ്ഞ പെൺകുട്ടിയെ കാണുന്നില്ല. ഈ 2 ദിവസം മുന്നേ നാട്ടിൽ നിന്ന് ആ കൊച്ചാണോ? ഈ ഒരു അവസ്ഥയിൽ കൊച്ചിനൊന്നും ശ്രദ്ധിക്കേണ്ടതല്ലായിരുന്നോ? ഞാൻ കൂടെ തന്നെ കിടക്കുകയായിരുന്നു. തൊട്ടടുത്ത് കടന്ന കുട്ടിയെ കാണുന്നില്ല എന്ന് പറയുന്നു. എന്ത് ചെയ്യാൻ? സ്വാതി, സ്വാതി, ഈ സ്വാതി എവിടെ പോയതാണോ ആവോ? മോളെ സ്വാതി, ഈ നേരത്ത് നമ്മൾ എവിടെ പോയി അന്വേഷിക്കാനാ? സ്വാതി, മോളെ സ്വാതി, നീ ഇത് എവിടെ പോയിരിക്കുന്നേ? ഈ നേരത്ത് ഇത് എവിടെ പോയി അന്വേഷിക്കാനാ? ചേട്ടാ, ഇത്ര ധൃതി വെച്ച് എവിടെ പോകുന്നേ? എന്തിനാണ് അതൊക്കെ ചോദിക്കുന്നത്? ആ പൂജാരിയുടെ വീട്ടിൽ വന്ന പെണ്ണിനെ കാണാനില്ലെന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം തേക്ക് പടക്ക് തപ്പി നടക്കുവാടാ. കാണുന്നില്ലെന്നോ?
നമ്മുടെ നാട്ടിന് എന്താടാ പറ്റിയേ? രാത്രി ആയി കഴിഞ്ഞാൽ ഇപ്പൊ ഉറങ്ങുന്നതിനേക്കാളും കൂടുതൽ തപ്പി നടക്കുന്നത് ഞങ്ങളുടെ ജോലി. ശരി, നീ പൊക്കോ, വാടാ പോ. ആ മുത്തു ചത്തപ്പ തൊട്ട് ഓരോ ദിവസം നമുക്ക് ശിവരാത്രി ആയിപ്പോടാ. എന്ത് ചെയ്യാൻ നമ്മുടെ തലവിധി അല്ല എന്ന് പറയാം. എടോ ആ അങ്ങോട്ടേ നോക്ക്. അവിടെ നോക്കിയാ നോക്കിയിട്ട് നേരെ നോക്കിക്കോളാം. ഇവിടെ അങ്ങോട്ട് പോയി, ഞാൻ അവിടെ പോയി നോക്കാം. എല്ലാവരും പാടെ നോക്ക്. ഈ കൊച്ചു ഈ സമയത്ത് നോട്ട് പോയതാണ്. ഇവര് വരുന്നുണ്ടല്ലോ. എടാ മോനെ, അവൾ എവിടെയാ പോയെന്ന് യാതൊരു പിടിയില്ല. പൂജാരി, ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞൂടെ? ഇതിനെ പുറത്തുള്ള കൊച്ചിനെ വിളിച്ചോണ്ടൊന്ന് ഇവിടെ താമസിപ്പിച്ചേ. ഇപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? ഒന്ന് മിണ്ടാതിരിക്കാൻ പറ്റുമോ? വാടാ. എടാ ഇറക്കാ, നാട്ടിൽ പ്രേതം അവിടെ എവിടെയാ കൊണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നോക്കുമ്പോ ഏതോ ഒരു പെണ്ണിന്റെ മേൽ കയറിയെന്ന് പറയുന്നത്, അതും വെളിയിൽ നിന്ന് വന്നൊരു പെണ്ണിന്റെ മേലില്. ആന്നേ, അവളെ നാട്ടിൽ നിന്ന് പറഞ്ഞേക്കാന്ന് പറഞ്ഞാ അവളെ കൊല്ലൂന്ന് പറയുന്നു. ചേട്ടാ, എനിക്ക് തോന്നുന്നത് അവളെ ഈ നാട്ടിൽ നിന്ന് പോകുന്നത് ശവമായിട്ടായിരിക്കും എന്നാ. ഇവിടെ ഒരു പ്രേതം പേപ്പർ വെച്ചോണ്ടിരിക്കുന്നു. രാവിലെ അതിന് നിന്റെയൊക്കെ വായിൽ നല്ല ഒന്നും വരത്തില്ലടാ. പ്രേതത്തെ ഓടിക്കാനായിട്ട് പുറത്തുള്ള ഗ്രാമത്തിൽ നിന്ന് നമ്പൂതിരി വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. നീ അത് നിന്റെ പണി നോക്കി പോകാൻ നോക്ക്. ഓം ഗാളി നമഃ, ഓം ഗാളി നമഃ, ഓം ഗാളി നമഃ. ഓ ഗാളി വാ, വാ ഗാളി, കാളി വാ, ഇറങ്ങി വാ. ഓം ഗാളി, ഇങ്ങോട്ട് എന്തിനാ വന്നേ? നിനക്ക് എന്താണ് വേണ്ടത്? പറയേ, നിനക്ക് എന്താ വേണ്ടെന്ന് പറയേ. പറയേ, നിനക്ക് എന്താ വേണ്ടേ? പറയേ. ഈ നാട് വേണം. എവിടെ വന്ന് ആരുടെ എന്താ ചോദിക്കുന്നേ? നീ ഇരിക്കേണ്ട സ്ഥലമാണോ ഇത്? മര്യാദയ്ക്ക് നാട് വിട്ടു പോ. എന്നെ കളപ്പിച്ച് നോക്കുന്നോ? എന്ത് ധൈര്യം നീ എന്നെ കളപ്പിച്ച് നോക്കൂടി? എന്റെ അടുത്ത് കളിയെടുക്കുന്നോ? പോകില്ല, ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടേക്കും പോവില്ല. നിങ്ങളുടെ എല്ലാവരോടും ഞാൻ ഉറപ്പായിട്ട് പ്രതികാരം ചെയ്യും. നിന്നെ പോലെ എത്ര ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടാവും. നിന്നെ വരട്ടേണ്ടത് എങ്ങനെയാന്ന് എനിക്കറിയടി. നിന്നെ വരട്ടാണ്ട് ഞാൻ വിടത്തില്ലടി. ഓടിപ്പോ, ഓടി ഇവിടെ ഇറങ്ങി. എന്റെ അടുത്ത് നിന്റെ തന്ത്രമൊന്നും ഫലിക്കത്തില്ല. ഓ പിശാചേ, ഓം കാളി, ഓം കാളി, ഓം കാളി, ഓം കാളി. ഇപ്പൊ പോന്നീ ഇവിടുന്ന് പിശാചേ. ഇത് പോകത്തില്ലേ? ഇതുണ്ടോ ചൂരല്ലേ? അടിച്ചെന്റെ മുതുക് അടിച്ചു പോ. പോ പോ. എന്താടി കത്തിക്കണോ? എന്താടി നീ എന്റെ മേ തൂതുവാ? നിന്റെ സാധനമൊക്കെ എടുത്തോ. എടുക്ക, എടുക്ക, എടുക്കടേ, എടുക്കടേ. ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നിന്നെ ഇവിടെ കൊന്നു കുഴിച്ചു മൂടും ഞാൻ. എടുക്ക, എടുക്ക, എടുത്തോണ്ട് പോ. പോ പിശാചേ, പോ പുറത്ത്. പോ പിശാചേ, ആരും വരരുത്. നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരുന്നാ മതി. നീ പോ. പോരെ, പോരെ. ഈ നാട്ടുകാർ പേടിക്കാൻ
പേടിയും നിന്നെയും പറച്ചിലും കാണിച്ചിലും കണ്ട് ഞാൻ പേടിക്കണി പിശാചേ. ഇനി നിന്നെ കൊണ്ട് ഈ നാട്ടിലോട്ട് കാല് കുത്താൻ പറ്റാത്തളവിന് നിന്നെ ആ ചുടുകാട്ടി ഞാൻ കെട്ടിടാ നോക്കണി പാട്ടിച്ചി. ഓടിക്കോ, എല്ലാരും ഇവിടുന്ന് ഓടിക്കോ. ഇനി ഈ നാടിനാരും ജീവിക്കണ്ട. നാട്ടുകാരെ ഓടിക്കോ. നാട്ടുകാരെ, നിങ്ങളെ ഈ പിശാചി ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല. കൂട്ടിക്കെട്ടി ഓടിക്കോ ഇവിടുന്ന്. എടാ പിള്ളാരെ ഓട്, പറയുന്നേക്ക്. അയ്യോ ഓടിക്കോ, ഓടിക്കോ. അയ്യോ അമ്മേ. എന്താ കാര്യം? എടാ, ഈ നാട്ടുകാരായ നിങ്ങളെ എല്ലാവരും തന്നെ ചുടുകാട്ടിലാടാ താമസിച്ചോണ്ടിരിക്കുന്നത്. ഈ നാട് മുഴുവൻ രക്തക്കറയാണല്ലോടാ. മരിച്ചുപോയ മുത്തുവിന്റെ ആത്മാവ് വീര്യം കൂടി നിൽക്കുക. നിങ്ങൾ ഈ നാട്ടിലുള്ള ഓരോ നിമിഷവും നിങ്ങളുടെ ജീവൻ അപകടമാ. ഈ നാട് നശിപ്പിക്കാണ്ട് അവൻ വിടത്തില്ല. ഇതൊന്നും കേൾക്കാണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്നാൽ ഒരു ജീവൻ പോലും ഉണ്ടാവത്തില്ല. നിങ്ങൾക്കൊക്കെ ജീവൻ ഉണ്ടെങ്കിൽ ഇനി ഒരു നാടെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഈ ജീവൻ പോയാൽ ദൈവം എല്ലാരും ഇവിടുന്ന് പോയി ജീവൻ രക്ഷിച്ചോ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഇതാ നോക്ക്, ഞാൻ എത്രയോ ആത്മാക്കളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിന് വെറും ദുഷ്ടശക്തിയെ മാത്രം ചേർത്ത് എല്ലാരും കൊല്ലുന്ന ശക്തി ഇവിടെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന എല്ലാം ദുർമരണപ്പെട്ടവരാണ്. അവരെവിടെയാണോ മരണപ്പെട്ടത് അതാണ് അവരുടെ നാട്, അതാണ് അവരുടെ ലോകം. ഈ നാട്ടിൽ വേറെ ഏതെങ്കിലും ജീവരാശികൾ ഉണ്ടെങ്കിൽ അതുങ്ങളെ എല്ലാം കൊന്നുകളയും. സ്വാമി, ഞങ്ങൾ നിങ്ങളെയാണ് വിശ്വസിച്ചിരുന്നത്. നിങ്ങൾ ഇതിനെങ്ങനെ പറഞ്ഞ വേറെ വഴിയില്ലാഞ്ഞിട്ടാ സ്വാമി. ഒരൊറ്റ വഴിയുണ്ട്. നിങ്ങളെല്ലാരും ഈ നാട് വിട്ടു തന്നെ പോകണം. നിങ്ങൾ ആരും ഇല്ല ഇവിടെ എന്നത് അറിഞ്ഞാൽ ഒരു ജീവരാശി ഇവിടെ ഇല്ലെന്നും പറഞ്ഞ് അത് അനങ്ങാണ്ടിരുന്നോളും. പക്ഷേ അതിന് എന്തോ ഒരു സമയമെടുക്കുമെന്ന് അറിഞ്ഞൂടാ. ദൈവീത് എന്നെ വിട്ടേക്ക്. എടാ, നിങ്ങൾ എന്തോ ഒരു ആൾക്കാരെ വിളിച്ചോണ്ട് വന്നാലും ഈ നാടിനെ നശിപ്പിച്ചെടുക്കും. ഒരിക്കലും രക്ഷിക്കാൻ വിടത്തില്ല അത്. എടാ വാടാ, പോവാ, വാടാ, എടുത്തോണ്ടരാം. നിങ്ങൾ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഇത് നമ്മുടെ മുത്തശ്ശന്മാരുണ്ടാക്കിയ ഭൂമിയാണ്. ഇവിടെ ഒരു ദുഷ്ടശക്തിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളെ ഈ നാട് വിട്ട് ഓടിക്കാൻ ആർക്കും കഴിയില്ല. ഇത് നമ്മുടെ ഭൂമിയാണ്, നമ്മുടെ നാട്. നമ്മൾ ഇവിടെ തന്നെ ജീവിക്കും. ഈ നാടിനെ ഞാൻ രക്ഷിച്ചോളാം. വയ്ക്കോ, എല്ലാരും സമാധാനമായി പോയിക്കിട്ട് തുടങ്ങാം. വയ്ക്കോ. അതെ, ആരത്? ആരാ ഈ സമയത്ത്? ആരാന്നല്ലേ ചോദിച്ചേ? അയ്യോ മുത്തു, എടാ എന്നൊന്നും ചെയ്യല്ലേ മുത്തു, എന്നെ വെറുതെ വിടണോ? എടാ എന്നൊന്നും ചെയ്യല്ലേ. അയ്യോ മീനാക്ഷി, മീനാക്ഷി. അയ്യോ, എല്ലാരും ഓടി പോയോ? മുത്തു വന്നേ. അയ്യോ, സാറേ, എന്താ മുഖത്തൊക്കെ ഭയങ്കര വേർപ്പ്? നിങ്ങൾ വല്ലാതെ പേടിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ശബ്ദം കേട്ടാ ഞാൻ ഓടി വന്നേ. മുത്തു, മുത്തു എന്താ സാറേ, എന്താ പറയുന്നേ? അവിടെ എവിടെ സാറേ? ഒന്നും കാണുന്നില്ലല്ലോ. മുത്തു അവിടെ, എവിടെ? അവിടെ, അവിടെ, അവിടെ നിൽക്കുന്നു. പുറകിലെ എവിടെ സാറേ നിൽക്കുന്നുണ്ടല്ലേ? അവിടെ ആരും ഇല്ലല്ലോ സാറേ. അവിടെ നിൽപ്പുണ്ട്. ഒന്നുമില്ല സാറേ, പേടിക്കല്ലേ.
അവിടെ ഉണ്ട് സാർ, അവിടെ നോക്ക് സാർ, നിങ്ങളുടെ ബാക്കില്. അയ്യോ അയ്യോ, വാതിൽ തുറക്ക്. അയ്യോ രക്ഷിക്കണേ. അയ്യോ സാറേ, വാതിൽ തുറക്ക്. അമ്മേ, രാവിലെ നേരത്തെ എഴുന്നേപ്പിക്കണ്ടായിരുന്നു എന്നെ. അതെ അതെ, എഴുന്നേറ്റ് ഏത് ഓഫീസിൽ പോയി ഒപ്പിടാനാ നിനക്ക്? നമ്മുടെ ജില്ലാ കളക്ടറിനെ പോസ്റ്റിംഗ് മാറ്റിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടാ പോകുന്നത് ഒപ്പിടാനായിട്ട്. അതെ അതെ, വായില് മാത്രം അങ്ങനെ വടച്ചിട്ടോണ്ട് നടന്നോ നീയ്? ആമ്പിള്ളേരായ രാവിലെ എഴുന്നേറ്റ് വല്ല മാട് മേച്ച് ജോലിക്ക് പോകാൻ നോക്കണം. നിന്റെ അച്ഛനെ പോകുമ്പോ വിതച്ച് വരുമ്പോ കൊയ്തുകൊണ്ട് വരുന്നവനാ. അങ്ങേരുടെ മകനാ നീയ്. അയ്യോ എന്റെ അമ്മേ, രാവിലെ തന്നെ നിങ്ങളുടെ ഭർത്താവിന്റെ പുരാണം പറഞ്ഞ് വന്നേക്കരുത്. അറിയാതെ ഞാൻ പറഞ്ഞു പോയത്, ഒന്ന് ക്ഷമിക്കേ. നിങ്ങളുടെ അടുത്തൊക്കെ മനുഷ്യൻ സംസാരിക്കോ? ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ അമ്മ വീട്ടിലോട്ട് പോകത്തില്ലേ, അവിടെ വെച്ച് ഇതൊക്കെ പറ. ചേച്ചി, രാത്രി വടക്കേ തെരുവില് ഭയങ്കര ശബ്ദം കേട്ടല്ലോ, എന്താ കാര്യം? വാ വാ, സന്ധ്യക്ക് വാതിലടച്ച പിന്നെ അത് നേരം വെളുത്തിട്ടല്ലേ തുറക്കൂ. അതിനിടയിൽ നാട്ടിൽ എന്തെല്ലാം നടക്കുന്നു വല്ല വിവരമുണ്ടോ നിനക്ക്? രാവിലെ എഴുന്നേറ്റ് കഥ ചോദിച്ചു വന്നോ? ചൂടാവല്ലേ ചേച്ചി? എന്തിനാ ആ കാര്യമൊക്കെ ചോദിക്കുന്നേ? നമ്മുടെ ആ മരിച്ചുപോയ മുത്തൂല്ലേ, അവൻ നമ്മുടെ ആ പ്രമാണിയുടെ വീട്ടിൽ പോയിട്ടേ. അയ്യോ, എന്തൊക്കെയാ പറയണേ? ഒന്ന് നിക്ക്, തിരക്ക് പിടിക്കാതെ. അങ്ങേരെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതായിട്ട് അങ്ങേര് സ്വപ്നം കണ്ടേക്കുന്നു. അങ്ങേര് പേടിച്ചലറി കരഞ്ഞ് നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടി. മരിച്ചു അയാള് വീട്ടിലൊക്കെ വരുമോ? അതൊക്കെ എനിക്ക് എങ്ങനെ അതെ അറിയാനാ? ചേച്ചി, അടുത്ത് നിങ്ങളുടെ വീട്ടിൽ ആ മുത്ത് കയറി വരുമെന്ന് അങ്ങേരുടെ ഭാര്യ അടുത്ത് പറഞ്ഞിട്ട് പോയിരിക്കും അവൻ. ദാ വരുന്നോ? പോ ചേച്ചി പോ, ചേട്ടനടുത്തുനിന്ന് ഉത്തരവ് വന്നത് കേട്ടില്ലേ? കഥമൊക്കെ നല്ല അടച്ചു പൂട്ടിരിക്കും. പോ. മുതിർന്നവരോട് ഇങ്ങനെയൊക്കെ പറയാ, പോടാ അവിടുന്ന്. പട്ടാപ്പകല് അടുത്ത വീട്ടിലെ പ്രായമായ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി അവരുടെ സ്വർണ്ണവും കാശുവല്ല അടിച്ചു മാറ്റി. മുഖംമൂടി ധരിച്ച ആളാണ്. എടാ മോനെ, എടാ നീയോ? ചേട്ടാ നിങ്ങളോ? എടാ നീയായിരുന്നു. എന്താണ് മോനെ നോക്കുന്നേ? ചേട്ടാ നിങ്ങളോ? ഒന്ന് നിർത്തും മോനെ, ഭയങ്കര ചൂടാട്ടോ. പോയി കൂൾ ഡ്രിങ്ക്സ് കഴിക്കേ. നമ്മുടെ കടയാടാ. മേടിച്ചോണ്ട് വന്നേക്കാവേ. പെട്ടല്ലോ ദൈവമേ. ആ കൊച്ചിനെ എവിടെയോ കണ്ടതുപോലെ തോന്നല്ലോ. ചേട്ടാ, അത് നിങ്ങൾ തന്നെയല്ലേ? മോനെ വേണ്ട മോനെ, മോൻ പോ നോക്ക്. ശരി ചേട്ടാ. അതെ മോനെ, ആ പെണ്ണാരാ? അത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ. അങ്ങനെയാണോ മോനെ? കല്യാണത്തിന് നിങ്ങൾ എന്തായാലും വരണം. ഉറപ്പായിട്ടും ഗംഭീരമായിരിക്കും. പോയിട്ട് വരാവേ. ശരി എന്നാ. കൂടി ഇത് പിടി, ദയവ് ചെയ്ത് തിരിഞ്ഞേക്കരുത്. ഐഡിയ. ആ ഇത് നമ്മുടെ കൊച്ചല്ലേ? നീ ആയിരുന്നു മോളെ? സുഖം തന്നെയല്ലേ മോളെ? കാലം വളരെ മോശം, വളരെ ശ്രദ്ധിച്ചു പോണം കേട്ടോ. നിനക്ക് വേണ്ടിയാണ് ഞാൻ അന്ന് അമ്മാരെ നടി മേടിച്ചത്. ഇപ്പൊ എന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ച് നടക്കുന്നു. ഇതെന്താ അമ്മ എന്റെ ടിഫിൻ ബോക്സിലൊന്നും വെക്കാത്തെ? എനിക്ക് സമയായി അമ്മേ. അമ്മേ, അമ്മയോടല്ലേ ഞാൻ ഈ പറയുന്നത്? കാര്യം പറഞ്ഞിട്ട് പോമ്മേ. അനിതേ, സ്കൂളിൽ പോ സമയായി, വാ ഇറങ്ങാം. ഇല്ല ചേച്ചി, നീ പോ, ഞാൻ ബസ്സിൽ വരാം. അച്ഛാ, പോക്കറ്റ് മണി. അച്ഛാ, പോക്കറ്റ് മണി. എന്താ അച്ഛാ? അച്ഛനോടല്ലേ ഞാൻ ചോദിക്കുന്നേ പോക്കറ്റ് മണി തരാൻ. സമയാവുന്നച്ചാ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയണ്ട, പക്ഷെ എനിക്കിഷ്ടമാണ്. അച്ഛാ, അച്ഛൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാ നല്ല തമ്പി. നല്ല സ്വഭാവമാ. ഞാൻ അവനെ മാത്രമേ കല്യാണം കഴിക്കൂ. ഇത് തന്നെ എന്റെ തീരുമാനം. ഇതിൽ ഒരു മാറ്റവും ഇല്ല. മീശക്കാരാ, ആധാർ കാർഡ് എടുക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ കുടുംബത്തോട് പോയി എടുത്തോ? അത് എന്താടോ ഈ കണക്ഷൻ കൊടുക്കാൻ പോയില്ലേ? ഫീസ് കുത്തിക്കൊണ്ട് കാശ് പിടിക്കെടുക്കല്ലോ.
നിന്നെ കൊണ്ട് വലിയ ശല്യേ ഒരിടത്ത് ഇരിക്കാൻ പറ്റില്ലല്ലോ. എന്താ കൂട്ടുകാരാ കെട്ടിയുള്ള വീട്ടിലിരുത്തിക്കൊണ്ട് ഇവന്റെ കൂടെ വന്നിരിക്കണതിനാ? തനിക്കൊന്ന് ചുമ്മാ ഇരുന്നു വിടറോ. ഓടോ ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താൻ. എന്താ പട്ടയപ്പ നെറ്റിയില് പട്ടയടിച്ചോണ്ട് വായിലേക്ക് പട്ടയടിച്ചില്ലേ? നിനക്കൊരു പണി ആദ്യം തരുന്നുണ്ട് ഞാൻ. ഗോപേ ഒരു പുതിയ വീട് കടന്താ. ബീഡിയെല്ലാം കടനായിട്ട് തരാൻ പറ്റത്തില്ല. ബാങ്കില് കോടിയായിട്ട് കടം കൊടുക്കണ്ടല്ലോ. നിനക്കൊരു ബീഡ് കട തരാൻ പറ്റില്ലേ? ഞാൻ ആ ബീഡിയും കൊണ്ട് ഫിലിപ്പീൻസിലേക്ക് പോകണേ. ഓടി മേടിച്ചിട്ട് വേണം നിനക്ക് ഓടാൻ പറ്റും. എന്റെ അടുത്ത് ബീഡി മേടിച്ചാൽ നിനക്ക് ഓടാൻ പറ്റുമോ? കണ്ടില്ലേ ഒരു ബീഡി കൊണ്ടിട്ട് അനാവശ്യമായിട്ട് സംസാരിക്കുന്നത്. നമ്മളെ വിശ്വസിച്ചൊരു ബീഡി പോലും കടം തരില്ല അത്രേ. ഈ ടിഫൻകാരനെ മാത്രമേ എന്നെ വേർപെടുത്താൻ പറ്റൂ. ഗോപി 2 ഹോർലിക്സ്, 2 ബോൺവിറ്റ, 2 മുരിങ്ങക്കായ, 1 കിലോ പിസ്ത, പിന്നെ 2 ബോട്ടിൽ സെന്റ്. ഇത്ര മതിയോ കൂട്ടുകാരാ? എന്താ മൈന, അക്കൗണ്ട് ഒരുപാടായല്ലോ. പൈസ എപ്പോഴാ തരുന്നത്? ഇപ്പൊ തരാം. തരുവന്നോ? ചട്ടിത്തല കൊണ്ട് വരുന്ന കണ്ടപ്പോ ഇവനായിരിക്കും സെറ്റിൽമെന്റ് ചെയ്യാൻ പറ്റുന്ന തോന്നിട്ടു. അല്ല ഇതാരാ നല്ല ഉയരമുണ്ടല്ലോ. മോനെ മുഴുവൻ കാശും സെറ്റിൽ ചെയ്യാൻ നന്നായിരുന്നേ. വളരെ നന്ദി മോനെ. എപ്പ നോക്കിയാലും മുഖം മൂടിക്കൊണ്ടുവരുന്നത് കാണുന്നിടത്തെ ബഹളം ഉണ്ടാക്കുള്ളൂ തോന്നണു. വായൊടച്ചട ഇരിക്കേ. എടാ മൈനയ്ക്ക് മാത്രം ലൈനായിട്ട് കടം കൊടുക്കുന്നത് എനിക്ക് തരാൻ പറ്റില്ല അല്ലേ? അത് ഞാൻ എങ്ങനെ മേടിച്ച നീ കണ്ടില്ലേ? മൈനയുടെ പേര് ചൂടാവണത്. അമ്മേ ഒരു ദിവസമെങ്കിലും വായിക്ക് രുചിയുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞേ. എടാ 20 വർഷം നിന്റെ അച്ഛന് ഞാനാ ഉണ്ടാക്കി കൊടുക്കുന്നേ. ഒരിക്കൽ പോലും അങ്ങനെ ഒരു കുറ്റം പറഞ്ഞിട്ടില്ല, അറിയോ? നിങ്ങളോട് പറഞ്ഞു കാണത്തില്ല, പക്ഷെ നാട് മുഴുവനും പറഞ്ഞു കാണും. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്ത. എടാ നിന്റെ അച്ഛനെ ഞാനൊരു മുളകെടുത്തിടിച്ച് ഭർത്താവ് പുരാണം തുടങ്ങണ്ട. ഭക്ഷണം സൂപ്പർ ആയിട്ടുണ്ട്. ഒന്ന് തന്നാലുണ്ടല്ലോ മര്യാദയ്ക്ക് കഴിക്കരുത്. ശരി. എന്താ പറ്റിയേ? വെള്ളം എടുക്കമേ. കുടിക്ക്. ഇതുകൊണ്ടാ രുചിയോടെ ചെയ്തു തരുമ്പോ കുറ്റം പറയരുതെന്ന് പറയുന്നേ. കഴിക്കുമ്പോ സംസാരിക്കാതെ കഴിക്കേ. കഴിക്ക്. അല്ലമ്മേ, വിക്ക് വന്ന വീട്ടിലോട്ട് വിരുന്നുകാരി വരുന്നല്ലേ പറയാറ്? ഇതൊന്നും ഞാൻ പറഞ്ഞു തന്നിട്ടില്ലല്ലോ. ഇതെവിടെന്നാ പുതിയ കാര്യങ്ങളൊക്കെ? വല്ലാതെ ആലോചിക്കുന്നില്ല. ആരെങ്കിലും വരണമല്ലോ. ആരാടാ? മോളോ? വാ ഇരിക്ക് കഴിക്കാം. എണീക്കടാ. അമ്മയോടും കൂടാ പറഞ്ഞു കേട്ടില്ലേ? എണീക്ക്. ഇത് ഇട്ടിട്ട് വന്നേ. അമ്മ ഇതൊന്നും എടുത്തിട്ട് വന്നേ, പെട്ടെന്ന് പോണം. എന്താ ആലോചിക്കുന്നേ? 11 വരെയുള്ളൂ മുഹൂർത്തം, പെട്ടെന്നാവട്ടെ. ഹേയ് എന്താടി നിന്റെ പാട്ടിന് വന്നിട്ട് തുണിയും കൈ തന്നിട്ട് ഇറങ്ങാൻ പറയോടാ? എന്താ എന്നെ കെട്ടാൻ പോകണോ നീ? അതെ, ഇന്ന് നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം നടക്കാൻ പോവാ. പെട്ടെന്ന് റെഡിയാവ്. കളി പറയാതെ ചുമ്മാ ഇരുന്ന് കഴിക്കാൻ നോക്ക. നീ കഴിക്ക. സീരിയസ് ആയിട്ടാ പറയുന്നത് അമ്മേ. എന്താ മോളെ എന്തിനെങ്കിലും ധൃതി പിടിക്കുന്നേ? ധൃതി എനിക്കല്ല അമ്മേ, എന്റെ വീട്ടിലുള്ളവർക്കാ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്റെ വീട്ടിലറിഞ്ഞു. അതുകൊണ്ട് എനിക്കിപ്പോ വീട്ടിൽ കല്യാണാലോചന തുടങ്ങിയിരിക്കുക. അതുകൊണ്ടാ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ. ധൃതി പിടിച്ചെടുക്കുന്ന തീരുമാനം ഒരുപക്ഷെ നിങ്ങൾക്ക് സന്തോഷം നൽകും. എന്നാൽ മാതാപിതാക്കൾക്കോ അവർക്ക് വിഷമേ ഉണ്ടാവും. അച്ഛനമ്മമാരുടെ മനസ്സ് സങ്കടപ്പെടുത്തിയവരാരും നന്നായിട്ടില്ല മോളെ. നിങ്ങൾ സന്തോഷമായി ജീവിക്കണം. ധൃതി കൂട്ടാതെ ഇങ്ങനെ നല്ലൊരു ദിവസം നോക്കി ഞാൻ മോളുടെ വീട്ടിലേക്ക് വരാം. അമ്മേ വീട്ടിലൂടെ വന്ന് മഹാലക്ഷ്മിയെ വേണ്ടെന്ന് പറയാതെ അമ്മേ. എടാ എന്റെ വീട്ടിലേക്ക് മഹാലക്ഷ്മി എപ്പ വരണം എന്നൊക്കെ എനിക്കറിയാം. നീ ഒന്നും മിണ്ടാതിരുന്നാ മതി. അമ്മേ ഇതിലൊരു പോളിറ്റിക്സും ഇല്ലല്ലോ. നിനക്ക് എല്ലാം കളിയാ. ഇരുന്ന് കഴിക്കേ. വാ മോളെ ഇരിക്കേ. എടാ ഉള്ളതാണോ പറയുന്നേ? അതേടാ, നിന്നെ അന്വേഷിച്ചു വന്ന പെണ്ണിനെ കോഴിക്കുഞ്ഞിനെ ഞെരിക്കണത് പോലെ ഞെരുക്കി കുടുംബം നടത്തിക്കൊണ്ട് പോവാതെ ഞങ്ങളുടെയൊക്കെ കൂടെ ചേർന്ന് അച്ചാർ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? നാളെ നക്ഷത്രമൊക്കെ നോക്കിട്ടെ. ഈ നാട്ടിലെ എല്ലാവരും ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നാണ് എൻ്റെ അമ്മയ്ക്കും എനിക്കും ആഗ്രഹം. അത് നടക്കുവോ? ഇല്ലല്ലോ. അപ്പൊ അതുവരെ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണോ? അതൊക്കെ ഇരിക്കട്ടെ. ഗ്ലാസ് മതിടാ, ബാലൻസ് നാളെ അടിക്കണം നമുക്ക്. എന്തായാലും ശരി, ചായക്കടക്കാരന്റെ മോളെ തൂക്കേ പറ്റൂ. തൂക്കിയിരിക്കും. പൊക്കാടാ പൊക്കാം, നമുക്ക് പൊക്കാം. എന്റെ ജോലിയാ നീ അടങ്ങി ഒതുങ്ങി നിക്കടാ. ഞാൻ മൈനടുത്ത് കൂട്ടിക്കൊണ്ട് പോയി. മനസ്സിലായല്ലേ? എന്നാ നാടിനകത്ത് ഒറ്റ വാരത്തിനെ കാണുന്നില്ലല്ലേ? എല്ലാവരും പേടത്തൊട്ടമാരാ. എല്ലാരും പറയും കാണും. പറയുന്നേക്കെ നീ ഇങ്ങനെ തന്നെ നടന്നു പോയാൽ നീ ഒരിക്കലും നിന്നെ വീട്ടിൽ പോയി ചേരത്തില്ല. ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യട്ടെ? ഈ നാടിന് തന്നെ ഞാനാ ബോഡി ഗാർഡ്. എനിക്ക് നീ ബോഡി ഗാർഡ് ആവുന്ന? പോടാ നീ വീട്ടിൽ പോവാ. രാവിലെ നീ എവിടുന്ന ഉറങ്ങി എഴുന്നേക്കാൻ പോകുന്നതെന്ന് നോക്കി. എനിക്ക് എങ്ങനെ പോണം നല്ല അറിയാടാ. ഈ നാട്ടിലെ ഓരോ ഇടവഴി എനിക്ക് നല്ലതുപോലെ അറിയാം. അതിപ്പോ എത്ര രാത്രി
ഞങ്ങളെ വിട്ടുപോയല്ലോ. ശങ്കരേ, ശങ്കര, അയ്യോ, ദേ കിടപ്പാടോടാ. ശങ്കര, ശങ്കര, എഴുന്നേക്കടാ. ശങ്കര, എഴുന്നേക്കടാ. എഴുന്നേക്കടാ, എഴുന്നേക്കടാ. ഞാൻ കറി കിടക്കില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടോടാ. ഇപ്പൊ എന്റെ മോൻ കിടക്കണ കിടപ്പാടോ. എന്താ കാര്യം? ഭയങ്കര കഷ്ടമായി പോയല്ലോ. എങ്ങനെ ഇത് സംഭവിച്ചത്? എന്ത് തിരുമേനിയത്? ആ നമ്പൂതിരി പറഞ്ഞ പോലെ സംഭവിച്ചല്ലോ. അവിടെ ഇവിടെ അറിഞ്ഞിരുന്ന നമ്മുടെ മുത്തു ഇപ്പൊ ഒരു ജീവൻ തന്നെ ഇല്ലാതെയാക്കിയല്ലോ. ഇനി ഇവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്? ഇതിനെക്കുറിച്ച് തന്നെ ഓർത്തിരുന്നിട്ട് എന്ത് ചെയ്യാനാ? അവിടെ അമ്മയാണെ കരഞ്ഞോണ്ടേ ഇരിക്കുക. ഞാൻ നിന്നെ എവിടെല്ലാം പോയി അന്വേഷിച്ചെന്നോ? നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? അല്ല കുടി, ഇന്നലെ രാത്രി ഞങ്ങൾ കുടിക്കാതെ വീട്ടിൽ പോയിരുന്നെങ്കിൽ ഇന്ന് ശങ്കർ ജീവനോടെ ഇരുന്നേനെ. അവന്റെ മരണത്തിന് ഞങ്ങളൊരു കാരണമായി പോയി. അതിന് നീ എങ്ങനെയാ കാരണാവുന്നേ? എല്ലാരും പറയുന്നത് എന്താ, മുത്തുവാണിത് ചെയ്തെന്നല്ലേ? നാട്ടുകാർ പലതും പറയും കുടി, പക്ഷെ ഞാനത് വിശ്വസിക്കില്ല. ശരി, നീ വിശ്വസിക്കണ്ട. ഇവിടെ ഇങ്ങനെ തന്നെ ഇരുന്നോ. ശങ്കറിന് നടന്നത് തന്നെ നിനക്ക് നടക്കട്ടെ. പക്ഷെ ഒരു കാര്യം ഓർത്തോ, പിന്നെ ഞാനും അമ്മയും ജീവനോടുണ്ടാവില്ല. ഓർത്തോ? ഇഡ്ഡലി പാത്രം, ചോറ്റ് പാത്രം, സാമ്പാർ പാത്രം, ഈനച്ചട്ടി, ചെരുവം, ചെമ്പ് ചെമ്പേ. ഇഡ്ഡലി പാത്രം, ചോറ്റ് പാത്രം, സാമ്പാർ പാത്രം, ഈനച്ചട്ടി, ചെരുവം, ചെമ്പേ. ചെമ്പേ. ആരെ കണ്ടിട്ട് ചെമ്പ് ചെമ്പെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? പ്രശ്നമൊക്കെ വന്നോ? ചൂടാവല്ലേ, ഒന്ന് സമാധാനിക്കേ, ഒന്ന് പതുക്കെ സംസാരിക്കേ. എവിടെന്നാ വരുന്നേ? എന്തൊക്കെ പാത്രമുണ്ട്? ഇത്ര നേരം കാര്യം കേട്ടില്ലേ? മനസ്സിലായില്ലേ? ചെവി കേട്ടില്ല. എന്തൊക്കെ പാത്രം ഉണ്ടെന്ന് പറയേ. നസീർ അഭിനയിച്ച ശിവൻ എന്ന് പറഞ്ഞ പാത്രമുണ്ട്, ജയൻ അഭിനയിച്ച അടിമ എന്ന പാത്രമുണ്ട്, മോഹൻലാലിന്റെ സ്പടികം എന്ന് പറഞ്ഞ പാത്രമുണ്ട്, മമ്മൂട്ടി അഭിനയിച്ച ടർബോ എന്ന പാത്രമുണ്ട്. നിനക്ക് ഇതിൽ ഏത് പാത്രമാണ് വേണ്ടത്? എന്താണ് കളിയാക്കണ? പിന്നെ എന്തുവാ കിളവാ? ഉള്ളതേ 4 പാത്രം. ഞാനേ കച്ചവടം ഇല്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുക. ഇപ്പൊ കച്ചവടം നോക്കിയോ? എന്താ ഇത് എന്നെ ഇങ്ങനെ തുരുത്തു നോക്കണത്? ചേട്ടോ, ഈ കച്ചവടത്തിന് ഞാനില്ല. ഇന്ന് നിങ്ങൾക്ക് കഷ്ടകാലം ഇങ്ങനെയാണെന്നാ തോന്നുന്നത്. എന്നെ വിട്ടേക്ക്, ഞാൻ പോവാ. ഒരു വലിയ അണ്ടാവുണ്ട്. എത്ര വിലക്ക് എടുക്ക? എന്താ ഇത് വെറും വായിൽ അണ്ട എന്ന് പറഞ്ഞ എങ്ങനാ? അണ്ടയുടെ സൈസ് എന്താ? അണ്ടാവുടെ വെയിറ്റ് എന്താ? അണ്ടാവുടെ കളർ എന്താ? എന്ത് അണ്ടാവിന്റെ കളറോ? കളവാ, അതിനെന്തിനാ താനിങ്ങനെ വേദന പറഞ്ഞ വായ നിറഞ്ഞിരിക്കുന്നേ? അണ്ടാവ് പഴയതാടോ. അകത്ത് പോയി തേച്ച് നോക്കിയാലല്ലേ ഈ ആണോ പിത്തളയാണോ നോക്കി വെയിറ്റ് നോക്കി പറയാൻ പറ്റൂ. എടോ പാത്രക്കാരാ, ഈ കിളവിന്റെ അടുത്ത് നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? അകത്ത് വാ. എനിക്ക് ഒറ്റക്ക് അണ്ടാവ് എടുക്കാൻ പറ്റില്ല. എന്റെ കൂടെ ഒന്നൊന്ന് സഹായിക്കേ. നീ അണ്ടാവ് മാത്രമല്ല കാണിക്കാൻ പോണത്, കിണ്ണം കരണ്ടി എല്ലാം ഒരുമിച്ചല്ലേ കാണിക്കാൻ പോണത്. നിനക്ക് പഴയതൊന്നും ഇഷ്ടമല്ലല്ലോ. അതൊക്കെ നന്നായിട്ട് അറിയാലേ. നിങ്ങൾ അകത്ത് വാ. എടോ പാത്രക്കാരാ, വെറും പാത്രം മാത്രം നോക്കല്ലേ, പാത്രം സൂക്ഷിച്ചു നോക്ക്. അല്ലെങ്കിൽ പാത്രം ഉരുണ്ടുപോയി ചളുങ്ങി പോകും. ചളുങ്ങിയതാണെങ്കിൽ ഞങ്ങളെ നൂർത്തെടുത്തോളാം. പോഴാ അവിടുന്ന്. പോയി നോക്കിയാലേ അറിയുള്ളൂ. അണ്ടാവ് എങ്ങനെങ്കിലും എടുത്തോണ്ട് പോണം. അയ്യോ അമ്മേ, പോലെ അമ്മേ, അമ്മേ, അമ്മേ വേണ്ടമ്മേ, പോലെ അമ്മേ, വേണ്ടമ്മേ. എന്തിനാ കിടന്ന് കരയുന്നേ? അമ്മ, അമ്മേ, അമ്മേ വേണ്ടമ്മേ, അമ്മേ വേണ്ടമ്മേ, പോലെ അമ്മേ. അയ്യോ അമ്മേ. അയ്യോ, എല്ലാരും ഓടി വന്നേ. ഇവളിവിടെ തൂങ്ങി നിൽക്കുന്നേ. ഇവിടെ മോനെ കൊണ്ട് വന്നേ. വായോ, എല്ലാരും വായോ. ഇവിടെ തൂങ്ങി നിൽക്കുവാ. ഒന്ന് നോക്ക്. ഈ കൊച്ചു ഇങ്ങനെയൊക്കെ ചെയ്തു. മാറിക്കേ.
അയ്യോ ചതിച്ചല്ലോ ഈശ്വര. നന്ദിനി എന്തിനാണ് ഇങ്ങനെ ചെയ്ത്? നീ എന്നെ മോനെ ഒറ്റയ്ക്കാക്കി പോയില്ലടി. അയ്യോ നന്ദിനി എന്തിനാണ് ഇങ്ങനെ ചെയ്ത്? അയ്യോ തിരുമേനി നോക്ക് തിരുമേനി, ഇവള് ഞങ്ങളെ വിട്ടു പോയി. അയ്യോ നന്ദിനി കണ്ടു തുറക്കണേ, എന്തിനാണ് ഇങ്ങനെ ചെയ്ത്? അയ്യോ നന്ദിനി മോനെ, എനിക്ക് ആരുണ്ട്? അയ്യോ മോനെ നോക്കണ. അതെ എന്താണ് പണി? അരിവാളൊക്കെ എടുത്ത് അങ്ങോട്ടാ. പൂജാരി പറഞ്ഞ പോലെ തന്നെ 3 ജീവൻ പോയല്ലോ. ഇനി എത്ര ജീവൻ പോകുന്ന ആർക്കറിയാം. വായടച്ചിട്ട് വെള്ളം പിടിച്ച് പോവാൻ നോക്ക്. സാറിപ്പോ എവിടെയാ ഉള്ളതെന്നൊന്ന് പറയാവോ? ഞാനിപ്പോ വീട്ടിൽ തന്നെയാ. ശരിക്കും വീട്ടിൽ തന്നെയാ? ഏയ് സത്യമായിട്ട് ഞാൻ വീട്ടിൽ തന്നെയാടി. എന്റെ കാര്യല്ലേ? വിശ്വസിക്കാൻ പറ്റത്തില്ല. അമ്മയുടെ കൈ ഫോൺ കൊടുത്തേ. അമ്മേ, നിങ്ങളുടെ മരുമോള് നിങ്ങളോട് എന്തോ പറയണമെന്ന് പറഞ്ഞേ, സംസാരിക്കേ. എന്താ മോളെ, എന്ത് പറ്റി? ഇന്ന് ജോലിക്ക് പോയില്ലേ? ഇല്ലമ്മേ, ഇന്ന് ലീവാ. വീട്ടിൽ തന്നെ ഉണ്ട്. അമ്മയെ പറ്റിച്ചിട്ട് അവൻ കറങ്ങാൻ പോവും. മോള് കണ്ടീഷൻ പറഞ്ഞ അന്ന് മുതൽ അവൻ ഈ വീട്ടിൽ തന്നെയുണ്ട്. പുറത്തൊന്നും പോകുന്ന പരിപാടിയില്ല. ചുറ്റിപ്പറ്റി നടന്ന് എന്നെ പ്രാന്താക്ക അവൻ. ശരി, ചായക്കടക്കാരൻ അറിഞ്ഞ ചീത്ത പറയും. വെക്കട്ടെ എന്നാ. ശരി അമ്മേ. എടാ എന്താ ചുമ്മാ അവളെ വിളിച്ച് ശല്യപ്പെടുത്തുന്നേ? വല്ലപ്പോഴും അതൊന്ന് വീട്ടിലിരിക്കുന്നേ. ഫോൺ വിളിച്ചത് ഇതാ ഈ ഉള്ളി അരിഞ്ഞ. എന്ത്? ഞാൻ കട്ടിയാണെന്നാ? അമ്മേ, ആരോട് ഇന്ന് സംസാരിക്കണം? അറിഞ്ഞോടാണോ സംസാരിക്കുന്നത്? എന്നോടാണോ പണിയെടുക്കാൻ പറയുന്നത്? എടാ, ഈ സ്ഥാനത്ത് നിന്റെ അച്ഛനായിരുന്നെങ്കിൽ നിന്റെ കണ്ണില് കണ്ണീര് വരുന്നു പറഞ്ഞ ഉള്ളി പോലും അറിയാൻ സമ്മതിക്കാറില്ല. അയ്യോ അമ്മേ, ദൈവമേ, ഈ ഉള്ളി മാത്രല്ല അവിടെയുള്ള എല്ലാം ഞാൻ തന്നെ അറിഞ്ഞോളാം. ദയവ് ചെയ്ത് അങ്ങോട്ട് പോയി എന്താ നോക്കിയേ. പോ. ആ ഉള്ളി മൊത്തം അരിയണം. ഉരുളക്കിഴങ്ങൊന്ന് ചിരണ്ടിയേക്ക്. എന്റെ അമ്മോ. എടാ, വലിയ കഷ്ണായി അരിയണ്ട, ചെറുതാക്കി അരിയണം കേട്ടോ. ഞാൻ കട്ട് ചെയ്തോളാം. നിങ്ങൾ ആദ്യം കാശ്. ദാ വരണു. അമ്മേ വേഗം വാ, എന്റെ കണ്ണൊക്കെ എരിയുന്നത് കണ്ടില്ലേ? ദാ വരുന്നു, നിക്ക്. എന്താ മോനെ? എടാ പറടാ, എന്താ പറ്റിയേ? അല്ല മോനെ, അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? അതെ, ഡോക്ടർ എന്താ പറഞ്ഞേ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? അറിയില്ല ഏട്ടാ, അകത്ത് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക. ഡോക്ടർ വന്നാലേ എന്തേലും അറിയൂ. എടാ, നീ വീട്ടിൽ തന്നെയല്ലേ ഉണ്ടായിരുന്നേ? തീ പിടിക്കുന്നത് നീ കണ്ടില്ലായിരുന്നോ മോനെ? എന്താ നടന്നത് എനിക്കൊന്നും അറിയില്ലേട്ടാ. ശരി, നീ വിഷമിക്കാതെ, അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. ഡോക്ടർ, ജീവന് കുഴപ്പമൊന്നുമില്ല. 40% പൊള്ളിയിട്ടുള്ളൂ. എല്ലാം പുറത്ത് മാത്രമേ ഉള്ളൂ. പേടിക്കാനൊന്നുമില്ല. മരുന്നിട്ടാ എല്ലാം ശരിയാവും. 3 ആഴ്ചക്കുള്ളിൽ ഡിസ്ചാർജ് ചെയ്ത് ഉറപ്പായിട്ടും വിളിച്ചോണ്ട് പോവാം. ഒരുപാട് നന്ദി ഡോക്ടറെ. അമ്മയെ പോയി കാണാൻ പറ്റും? നിങ്ങൾ പോയി നോക്കിക്കോളൂ. അമ്മയെ ഡിസ്റ്റർബ് ചെയ്യാതെ നോക്കണേ. ശരി. വളരെ നന്ദി ഡോക്ടറെ. അമ്മേ, അമ്മേ, എന്താ അമ്മേ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ?
എന്നെ എങ്ങനെയാ അമ്മേ വിട്ടിട്ട് പോകാൻ തോന്നിയേ? പറയാമ്മേ. അമ്മേ മനസ്സിലാവുന്നില്ല അമ്മേ. എന്തമ്മേ? അമ്മ എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മ വിഷമിപ്പിക്കാതെ നീയാണ് ധൈര്യം കൊടുക്കേണ്ടത്. അതെ, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ധൈര്യമായിട്ടിരിക്കെ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെ, നമ്മുടെ ഭഗവതി ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. എത്രയും പെട്ടെന്ന് നീ തിരിച്ചു വരും. എനിക്കൊന്നും സംഭവിക്കില്ല അമ്മേ. എന്നെ വീട് പോയേക്കരുത് അമ്മേ. അമ്മ മരിച്ചടാ. അമ്മ എഴുന്നേക്കമ്മേ. അമ്മേ എഴുന്നേക്കമ്മേ. അമ്മേ 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 ഒന്നുമില്ല അമ്മേ. അമ്മേ എഴുന്നേക്കമ്മേ. അമ്മേ ഒന്ന് കണ്ണു തുറന്ന് നോക്കമ്മേ. അമ്മേ 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 എഴുന്നേക്കമ്മേ. അമ്മേ കണ്ണു തുറക്കമ്മേ. അമ്മേ അമ്മേ നിനക്കൊന്നുമില്ല അമ്മേ. ഒന്ന് കണ്ണു തുറക്കമ്മേ. എങ്ങനെയാണ് നിന്റെ നാക്ക് ബ്ലൂ ആയേ? നാക്ക് നീട്ടിക്കേ. ഇപ്പൊ നോക്കിക്കേ, മാറും.
എത്രയാണ് പറഞ്ഞാലും മനസ്സിലാവില്ലേ? വീട്ടിൽ പൂജ ചെയ്തിട്ട് ഭസ്മം നോക്കിട്ട് കാണുന്നില്ല, അത് എടുത്തിട്ട് വന്ന് നീ എന്തീ കാണിക്കുന്നേ? അതാ വായിലെന്ന് വെച്ചേക്കുന്നേ. വായ തുറക്ക്, വായ തുറക്കടാ, വായ തുറക്ക്. നീ എന്താ കഴിച്ചേ? വായില് നീലല്ലോ. എന്തിനാ കൊച്ചിനെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കുന്നേ? ഇല്ല അനിയ, ഇവൻ എന്താ കഴിച്ചെന്ന് അറിയില്ല, വായൊക്കെ നീല കളറായിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നേ, വാ തുറന്നേ, തുറക്കടാ. ഒന്നുമില്ലല്ലോ ചേച്ചി. ഇപ്പൊ ഞാൻ കണ്ടതാണല്ലോ. അവനെ വഴക്ക് പറയാനായിട്ട് കാരണം തേടരുത് നിങ്ങൾ. കളിച്ചിട്ട് അവൻ വീട്ടിലോട്ട് വന്നോളാം, മനസ്സിലായല്ലോ? നിങ്ങൾ ആദ്യം പോയിക്കേ. ഡാ, കളിച്ചിട്ട് കറക്റ്റായിട്ട് വീട്ടിലോട്ട് പോകണം കേട്ടോ. പോയി കളിച്ചോ പോ. കണ്ട കെമിക്കൽ വിട്ടല്ലേ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. മനസ്സിലായമ്മേ, ഭസ്മല്ലേ, ഞാൻ വായിലിട്ടോടാം. വായില് ഭസ്മല്ലേ വെച്ചേ, അതെങ്ങനെ നീല കളറിൽ മാറിയേ? ഇപ്പോഴല്ലേ കണ്ടേ, അതിനുള്ളിൽ എങ്ങനെ പോയേ? എന്താ കഴിച്ചെന്നറിയില്ല, വായൊക്കെ നീല കളറായിട്ടുണ്ട്. എന്താ മോനെ നീ ഇങ്ങനെ വന്ന് ഭസ്മം എടുത്ത് ഒന്നും പറയാതെ അങ്ങ് പോകുന്നേ? പൂജാരിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാ. ഹലോ, ഗുഡ് മോർണിംഗ്. ആയിരിക്കും. നിങ്ങൾ തന്നെ ആ പാസ്പോർട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സൂയിസൈഡ് കില്ലർ എന്ന് പറയുന്ന കൊടിയ വിഷം ഇതിനകത്ത് കലർന്നിട്ടുണ്ട്. സൂയിസൈഡ് കില്ലറോ? ഇത് ലോകത്ത് മുഴുവനായി ബാൻ ചെയ്തിട്ടുള്ള മരുന്നാണ്. പൊതുവായി മരുന്ന് എന്തിനാ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ, സാധാരണയായിട്ട് ആത്മഹത്യ പ്രേരണ അവർക്ക് എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ കുടുംബ സാഹചര്യം, അവരുടെ കടം, വീട്ടിലെ പ്രശ്നങ്ങൾ, ഇത് കാരണമാണ് ഉണ്ടാവുന്നത്. പക്ഷേ ഈ മരുന്ന് ആവശ്യമില്ലാതെ ആര് കഴിക്കുന്നുവോ, ഈ മരുന്നിൻ്റെ 3% അവരുടെ ശരീരത്തിൽ ചെന്ന ഉടനെ അവർക്ക് ആത്മഹത്യ ചെയ്യണമെന്നുള്ള പ്രേരണ ഈ മരുന്ന് ഉണ്ടാക്കിയെടുക്കും. ഇത് നോർമലായിട്ട് പല നാടുകളിൽ മിലിറ്ററി ഓപ്പറേഷനിലും കൽക്കരി ഖനികളിലും യൂസ് ചെയ്യുന്നിട്ടാണ് കേട്ടിട്ടുള്ളത്. ഞാൻ ആലോചിക്കുന്നത് ഈ മരുന്ന് എങ്ങനെ നിങ്ങളുടെ നാട്ടിലെത്തിയെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം ഇത് സാധാരണ മനുഷ്യരുടെ കയ്യിൽ കിട്ടാൻ ചാൻസേ ഇല്ല. തൻ്റെ അമ്മ മരിക്കാനും ഈ മരുന്നാണ് 100% കാരണം. ഗ്രാമത്തിൽ ഈ ഭസ്മം വിതരണം ചെയ്ത ആളോട് ചോദിച്ചാൽ എല്ലാ സത്യവും നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല മോനെ, ഇതെന്താ അറിയിക്കാതെ വന്നത്? ഞാൻ പേടിച്ചു പോയി കേട്ടോ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബസ്മതി മരുന്ന് കളത്തി കൊടുക്കണമെന്ന് ആരാടാ പറഞ്ഞേ? ആരതൊക്കെ ചെയ്യാൻ പറഞ്ഞേ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നീ പറയത്തില്ലെന്ന് എനിക്കറിയാം. നിന്നെ കൊണ്ട് എങ്ങനെ പറയിപ്പിക്കണം എനിക്കറിയാടാ. എന്റെ അമ്മയെ കൊന്നവനെ ഞാൻ വെറുതെ വിടലടാ. ഇങ്ങോട്ടോ എന്തിനാണ് അങ്ങനെ ചെയ്തേ? മോനെ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞത് അറിയില്ല. ആരാടാ ചെയ്യാൻ പറഞ്ഞേ? എനിക്കറിയില്ല.
എനിക്കറിയില്ല. നിന്നെ കൊല്ലാതെ വിടത്തില്ലടാ. അറിയില്ലെന്ന് പറഞ്ഞില്ലേ? ഞാനൊന്നും ചെയ്തിട്ടില്ല. കല്ലെറിഞ്ഞ് കൊല്ലാൻ നോക്കുക. ഞാൻ താൻ കാണിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. നിങ്ങൾ പറഞ്ഞ എങ്ങനെയാ? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ സത്യം പറയിപ്പിക്കാം. എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ എന്താ കാണിക്കുന്നത്? ഞാൻ പറയട്ടെ. ഇതുകൊണ്ടല്ലേ നീ നാട്ടിലെ ജനങ്ങളെ കൊന്നേ? പറഞ്ഞേക്കാം. MLA ഒരു ദിവസം വരാൻ പറഞ്ഞിരുന്നു. ഞാൻ അദ്ദേഹത്തെ കാണാനും പോയി. പൂജാരി ഇവിടെ ഇരുന്നോളൂ, സാർ ഇപ്പൊ വരും. പൂജാരി സാർ വന്നു. ആ വന്നതിന് എണീറ്റ് നിന്നില്ലെങ്കിൽ എന്താ ഇപ്പോഴാണ് വന്നേ? ആ അതെ. ഇരിക്കേ. സാറില്ല. ഇരിക്കുന്നേ. കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കാര്യങ്ങളെക്കുറിച്ച് എന്തു പറയാനാ? എന്നും പോലെ തന്നെ ഇന്നും കിട്ടുന്നത് കഴിച്ചുകൊണ്ട് തട്ടിയും മുട്ടിയും എങ്ങനെയൊക്കെയോ ജീവിക്കുന്നു. എന്തെങ്ങനെ കഷ്ടങ്ങളൊക്കെ പറയുന്ന പൂജാരി? ആരുടെ ജീവിതം എങ്ങനെയൊക്കെ മാറുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എന്നാൽ ഭാഗ്യം കഥക് തട്ടുമ്പോൾ ആന്ന് നോക്കി നിൽക്കാതെ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചോണം. മനസ്സിലായില്ല. എല്ലാം എനിക്ക് അറിയാം പൂജാരി. ഇപ്പൊ ചിന്തിച്ച് നോക്കിയാലൊരു ജീവിതം. ആ ജീവിതം നീ ജീവിച്ചു നോക്കിയിട്ടുണ്ടോ? നീ പണത്തെയാണ് നോക്കിയത്, ഞാൻ നിന്നെ നോക്കി. വിചാരിച്ച പോലെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? ആഗ്രഹിച്ചത് സ്വപ്നം കണ്ട് ജീവിക്കാനേ ഞങ്ങളെ കൊണ്ട് പറ്റത്തുള്ളൂ. പൂജാരി, നിനക്ക് നന്നായിട്ട് അറിയാം എൻ്റെ പേര് സ്വാമിനാഥൻ. മൊട്ടയടിച്ച് കാതു കുത്തി അമ്പലത്തിൽ എനിക്ക് പേര് വെച്ചത്. നാട്ടിലുള്ളവർ ആരെങ്കിലും എന്നെ സ്വാമിനാഥൻ എന്ന് വിളിക്കാറുണ്ടോ? സ്വാമി എന്നല്ലേ വിളിക്കുന്നത്. ആ സ്വാമി നിനക്ക് ചെയ്യാത്തത് ഈ ഞാൻ സ്വാമി നിനക്ക് ചെയ്യും. ശരവണ, ആ കാശ് എടുത്തോണ്ട് വാ. അത് പിന്നെ പിടിക്കേ, ചിന്തിക്കണ്ട, പിടിക്കേ. പൂജാരി, പണം എന്തിനാ തന്നേ? എന്തിനാ നീ വാങ്ങിച്ചത്? മനസ്സിലായില്ല അല്ലേ? അതെ സാറേ. പറയാം, ഒക്കെ സ്വാർത്ഥത തന്നെ. ഓരോരുത്തരുടെ ജീവിതവും സ്വാർത്ഥതയിൽ അടങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ ഉത്സവത്തിന്റെ അന്ന് നാട്ടുകാരെയൊക്കെ പറഞ്ഞേക്കുന്നതിനെ കുറിച്ച് ഞാനും MLAയുടെ PAയും സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇങ്ങോട്ട് നോക്ക് പൂജാരി, ചെറിയൊരു തെറ്റ് പറ്റിയാലും നിങ്ങളെ കൊന്നിട്ട് വേറെ ആരെങ്കിലും വെച്ച് കാര്യം നടത്തും. ഞാനിവിടെ ഇരിക്കുന്നതിനെ നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു തരാൻ വേണ്ടിയാ. സരവണ, ഞാൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ? ഈ ഉത്സവം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇവിടുന്ന് ഓരോരുത്തരായി പറഞ്ഞേക്കുന്നത് നീ കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പോഴേ നിനക്ക് എന്നെ കുറിച്ച് അറിയൂ. അല്ല മുത്തു, ഇരിക്കേ, മദ്യം കഴിക്കാം. സരവണ, മുത്തുനൊരു ഗ്ലാസ് ഒഴിക്കേ. ആരവൻ ഇവന്റെ ഒപ്പം ചേർന്ന് നാട് കാര്യമാക്കുമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന എന്ത് ചതിപ്പണിയാടാ കാണിക്കാൻ നിൽക്കുന്നത് നിങ്ങള്? ഈ നാട്ടുകാർ മുഴുവൻ നീ പറയുന്നതാ വിശ്വസിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ നീ എന്താന്ന് വെച്ചാ ഈ നാട്ടിലെ ജനങ്ങളെ ദ്രോഹിക്കാൻ നോക്കുക. വിടത്തിലടാ ഞാൻ നിന്നെ. ഇങ്ങോട്ട് നോക്കടോ, പൂജാരി പറയുന്നത് കേക്ക്. പൈസ എത്ര വേണം ഞാൻ മേടിച്ചു തരാം. പൈസക്ക് ഞാൻ കഷ്ടപ്പെടുന്നുണ്ടോ സത്യവാ. പക്ഷെ ഈ നാണം കെട്ടവനെ പോലെ പൈസക്ക് വേണ്ടി ഇമാരി പണി ചെയ്യില്ല ഞാൻ. സാമ്യാന്ന് വിചാരിച്ച് തല കുനിച്ച് കാണിക്കുമ്പോ അത് അറുക്കാൻ നോക്കുവാ. വിടത്തിലടാ കളവാ ഞാൻ. നിന്നെ നാട് വേണമെങ്കിൽ നല്ലതായിട്ട് കരുതും. നീ ആരാ ഞാൻ ഈ നാടിന് കാണിച്ചു കൊടുക്കാം. വാടാ വാടാ അങ്ങോട്ട്. നാട്ടിലെ ജനങ്ങളെ ജീവൻ എളുപ്പമല്ലടാ നിനക്ക്. നിന്നെ ഞാൻ നോക്കടാ. ആരുടെ ദേഹം നീ കൈ വെച്ച് ഗടിച്ചു നോക്കി പറഞ്ഞ് നിങ്ങൾ തരുന്ന 5ഉം 10ഉം വാങ്ങിച്ച് അവസാനം വരെ പിച്ചക്കാരൻ ജീവിക്കാൻ പറയണോ? വരുന്ന മഹാലക്ഷ്മിയെ എങ്ങനെയാ വിടുക? നാട്ടുകാര് ദൈവത്തെ പേടിക്കോ ഇല്ലയോ, പ്രേതത്തെ പേടിക്കും. അതുകൊണ്ട് മരിച്ചുപോയ മുത്തു പ്രേതം പോലെ ചുറ്റിക്കറങ്ങുന്നുണ്ടെന്ന് നാട്ടുകാരെ ഞാൻ തന്നെ ബോധിപ്പിച്ചു. നാട്ടുകാരും പേടിക്കാൻ തുടങ്ങി. മുത്തു പ്രേതമായെന്ന്
നാട്ടുകാരുടെ ഇടയിൽ ഒരു സംസാരമായി. ഒന്നും കൂടി പിഴപ്പിക്കാൻ വേണ്ടി വേറൊരു സ്ഥലത്ത് നിന്ന് ഒരു പെൺകുട്ടിയെ വരുത്തിച്ചു. അവളെ ഞാൻ മുത്തുവിൻ്റെ വീട്ടിലേക്ക് പ്രേതമായിട്ട് അഭിനയിക്കാൻ പറഞ്ഞയച്ചു. മുത്തുവിൻ്റെ ആത്മാവ് അവളുടെ ഉള്ളിലുണ്ടെന്ന് നാട്ടുകാരെ വിശ്വസിപ്പിച്ചു. ആ പ്രേതത്തെ ഓടിക്കാൻ വേണ്ടി MLA ഒരു കള്ളനായ നമ്പൂതിരിയെ പറഞ്ഞയച്ചു. ആ നമ്പൂതിരി പറഞ്ഞിട്ട് പോയതിനു ശേഷവും ഈ നാട് വിട്ട് ആരും പുറത്തേക്ക് പോകുന്നില്ല. അപ്പോഴാണ് MLA എന്നെ ഒരിക്കൽ കൂടി വരാൻ പറഞ്ഞത്. സാറേ നമസ്കാരം. അതെ, പ്രേതമുണ്ടെന്ന് വിശ്വസിപ്പിച്ചു. എല്ലാവർക്കും നല്ല പേടിയുണ്ട്. പക്ഷെ ആരും ഈ നാട് വിട്ട് പോകുന്നില്ല. പ്രേതം പിശാചെന്ന് പറഞ്ഞ ആരും നാട് വിട്ടു പോവില്ല. അതെ, മരണം ഭയപ്പെടുത്തിയാൽ എല്ലാവരും ഓടിയേക്കും. ഇത് ഭസ്മത്തിൽ കലക്കി കൊടുത്തേക്കും. അദ്ദേഹം തന്ന മരുന്ന് ഭസ്മത്തിൽ കലർത്തി നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങി. ഓരോരാളായി മരിക്കാൻ തുടങ്ങി. പക്ഷേ ഇതിൽ നിന്റെ അമ്മ മാത്രം രക്ഷപ്പെട്ടു. ഈ മരുന്നിനെ കുറിച്ച് നിന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് MLA പറഞ്ഞ് നിന്റെ അമ്മയെ ഞാൻ കൊന്നു. അവരെന്തിനാണോ ഈ നാട്ടുകാരൊക്കെ ഓടിക്കാൻ ശ്രമിച്ചത്? പറയാൻ നിന്റെ പിന്നിൽ എത്ര പേരുണ്ടാ പറയടാ. MLA മാത്രമേ അറിയൂ. പക്ഷേ അദ്ദേഹത്തിന്റെ പുറകിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് എനിക്കൊന്നും അറിയില്ല. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ തല്ലിക്കൊല്ലും. അതെ, നാട്ടിൽ നിന്ന് എല്ലാവരെയും ഓടിക്കുക, അത് എനിക്കറിയൂ. അതല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ല. നാട്ടുകാരെ ഒഴിപ്പിച്ചാലേ സത്യം എന്താണെന്ന് അറിയത്തുള്ളൂ. ഓ, നാട്ടുകാരെ ഒഴിപ്പിച്ചാലേ സത്യം മനസ്സിലാവുള്ളൂ. അപ്പൊ പിന്നെ അതങ്ങ് ചെയ്തേക്കാം. ഇതാണ് നമ്മുടെ പൂജാരി. Pusari, come on, welcome man, come on man, come on. You're looking so nervous. What happened for you? Hey, come on, chill. What happened, man? Morning? I gave you morning. Don't worry. Hey, bring the morning. Pusari, you have done a good job. So don't worry about the money. I'll give it to you, okay? Congratulations, Pusari. You're gonna be a rich man. Come on, take it. Come on, Pusari, take it. Don't hesitate, Pusari. Come on. It's your money. Hey, who's that? Hey, you. Check that guy. Get in, faster. Who's that guy? Something wrong. What? Hey, Pusari, you said no one is in the village, but who is that? What's happening? Get him! Pusari, I believed you, but you have cheated me. I'm gonna kill you. Bloody, you're gonna die now. Kill you.
കൊല്ലണമാരെ. ഞങ്ങളെ നശിപ്പിച്ചിട്ട് ഈ മണ്ണിൽ നിന്ന് എടുത്തിട്ട് പോകാൻ മാത്രം എന്താണ് ഇവിടെ ഉള്ളത്? പറയണ പറയാനാ പറഞ്ഞത്. ഞങ്ങളൊരു ഇന്റർനാഷണൽ മാഫിയ ടീമാണ്. ഞങ്ങളെ ഇതുപോലുള്ള പല നാടുകൾ നശിപ്പിക്കാനായിട്ട് ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഒരു നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് സാറ്റലൈറ്റ് വിടുന്നത്. പക്ഷേ ഇപ്പോൾ വളരുന്ന നാട്ടിൽ നിന്നും നാച്ചുറൽ വലങ്ങളെല്ലാം എടുക്കുന്നതിന് വേണ്ടിയാണ് ഓരോരോ നാടും മത്സരിച്ചാണ് സാറ്റലൈറ്റ് വിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു നാട് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു അസൈൻമെന്റ് ആണ് നിങ്ങളുടെ ഈ ഭംഗിയുള്ള വില്ലേജ്. നിങ്ങളുടെ വില്ലേജിൽ ഒരു ഭയങ്കരമായിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ഉണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ആൾക്കാരെ വെച്ച് വെള്ളം ചെക്ക് ചെയ്യുന്ന പോലെ അവിടെ അയച്ചുവിട്ട് അവിടുത്തെ കല്ലുകളെല്ലാം ചെക്ക് ചെയ്ത് നോക്കി. അത് കണ്ടപ്പോ ഞങ്ങൾക്ക് വളരെ ഷോക്കിംഗ് ആയിപ്പോയി. കാരണം അതൊരു പവർഫുൾ ആയിട്ടുള്ള യുറേനിയാണ്. അതെടുക്കാൻ എത്ര കോടി ചെലവ് ചെയ്യാനായിട്ട് ആ നാട് തയ്യാറായിട്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ അത് എടുക്കാനായിട്ട് അവിടെയുള്ള MLA ആദ്യമായി പോയി കണ്ടു. This village is our target, so we got to push the people out of the village and get it under our control. So we got some methods for that. First of all, we'll create some clashes and destroy their peace. And the next step is spread some dangerous virus to kill the people. Follow the steps to evacuate the people. So I want you to cooperate with us. You got it? MLA, and the advance money, 500 crores is in this briefcase. നിർത്ത. നീ തന്ന കാശ് വെച്ച് സന്തോഷമായിട്ട് ജീവിക്കാന്ന് വെച്ചാ കമ്പി എണ്ണാൻ വെക്കും തോന്നുന്നു. ഏതോ 2 പേരെ കൊല്ല, 2 വീട് തീ വെക്കാന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഈ നാട് മൊത്തം നശിപ്പിക്കാന്ന് പറഞ്ഞാ ഒരു രാഷ്ട്രീയക്കാരന് നല്ലതല്ല. ഇന്ന് നാട്ടിലുള്ളവരെല്ലാം ബുദ്ധിമാന്മാരാണ്. ഇവിടെ ഏതെങ്കിലും ഒരു മൂലയിൽ തെറ്റ് നടന്നാൽ നാട് ഒന്നിച്ച് ചേർന്ന് സ്ട്രൈക്ക് ആവും. നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ ഫോളോ ചെയ്യണമെങ്കിൽ ഈ നാട്ടിൽ പോയി വോട്ട് ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ നാട്ടിൽ നിന്ന് ഒരു പിടി മണ്ണ് പോലും എടുക്കാൻ പറ്റില്ല. എന്റെ മുത്തശ്ശനെ പറ്റിച്ച് നിങ്ങൾ പോയ മാതിരി എന്നെ പറ്റിച്ചു പോകാന്ന് വിചാരിക്കുക. അക്കാലൊക്കെ മാറിപ്പോയാനിയാ. നീ പറഞ്ഞതൊക്കെ ഞാനിപ്പോ കേട്ടെന്ന് വെച്ചോ, പ്രസ് മീറ്റിംഗിൽ ഞാൻ കുടുങ്ങിപ്പോവും. ജനങ്ങളുടെ ബലം എന്താണ്, ബലഹീനത എന്താണ് എല്ലാം എനിക്കറിയാം. ഐ വിൽ ഡു, യു ഡോണ്ട് വെറി. ചേട്ടാ, ഇവന്മാരെ ഇവിടത്തിനെ കൊന്നു മൂടിയേക്കാം. എന്നാലേ ഇവന്മാരെ പോലെ നമ്മുടെ നാട്ടിലോട് വരുന്ന എല്ലാവർക്കും ഒരു ഭയം വരുമോ? എടാ, ഈ മണ്ണ് ഞങ്ങളുടെ ജീവൻ ഒന്നാന്ന് കരുതി ജീവിക്കുന്നവരാ ഞങ്ങള്. നിന്റെയൊക്കെ ആവശ്യത്തിന് 5 ജീവനാണ് ഇല്ലാതാക്കിയത്. കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ഇന്നലെ രാത്രി അതിക്രമിച്ചു കയറിയിരിക്കുന്ന ഫോറിൻ ആൾക്കാരെ പോലീസുകാർ വളരെ ശക്തമായി പിടികൂടിയിട്ടുണ്ട്. ഈ മുഴുവൻ ഗ്രാമത്തിനെ തന്നെ വെറും ഭസ്മം കൊണ്ടാണ് അവർ വിഷമിട്ട് കൊല്ലാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഈ പ്രവൃത്തിക്കൊക്കെ സഹായിയായിരുന്ന നമ്മുടെ MLA രാജശേഖരനും MLA സ്വാമിനാഥനും പിന്നെ അവിടുത്തെ പൂജാരിയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് സഹായിയായിരുന്ന മറ്റുള്ള ആൾക്കാരെ എല്ലാം പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസ് എത്രയും പെട്ടെന്ന് CBIയുടെ കയ്യിലോട്ട് ഹാൻഡ് ഓവർ ചെയ്ത് CBI ഇത് നല്ലപോലെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇതിനൊരു തീരുമാനം പറയണമെന്ന് ഹൈക്കോടതി ഉത്തരവ് നൽകിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ജനങ്ങൾ എന്താ പറയാനുള്ളതെന്ന് നമുക്കിപ്പോ കേൾക്കാം. പ്രേതവിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും പേടി തന്നെയാ. ഇതിനൊക്കെ ആദ്യം ഐഡിയ കൊടുത്തോണ്ട് നമ്മൾ ചെരുപ്പുണ്ട് അടിക്കണ്ടേ. വിദേശികൾ നമ്മളെ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അവരുടെ സാധനങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ മതി, പിന്നെ അവരിങ്ങോട്ട് വരത്തില്ലല്ലോ. യുക്തി എന്നത് മനുഷ്യന്റെ ജീവരക്തമാണ്. ജീവജാലങ്ങളിൽ മനുഷ്യന് മാത്രമേ യുക്തിയുള്ളൂ. മനുഷ്യൻ വിശ്വാസത്തിന്റെ പാത ഉപേക്ഷിച്ച് അറിവിന്റെ പാത സ്വീകരിക്കണം. എന്തിനെക്കുറിച്ചും ചിന്തിക്കണം. അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾക്ക് വില പോകുന്നത് ആർക്കും തടയാൻ കഴിയില്ല. നമ്മുടെ നാടിനെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചത് നീയാണ് മോനെ. ഈ നാട് നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. വളരെ നന്ദിയുണ്ട്. നന്ദിയോ? അതൊക്കെ ആർക്ക് വേണം? മനസ്സിലായി. ദേ നോക്ക്, ഈ നാട്ടുകാർക്കൊക്കെ നിനക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. ആ പണം ഇങ്ങനെ. പണം എന്തിനാ ചേട്ടാ പണം? എന്റെ ഏറ്റവും വലിയ സ്വത്ത് ഇവിടെ നിൽക്കുമ്പോ എനിക്ക് എന്തിനാ ചേട്ടാ പണം? എന്ത് പറയുന്നോ വേലു? എന്താ ഇത്? ജോലിയിലുള്ള എങ്ങനെയാ മോളെ കടിച്ചു കൊടുക്കുന്നത്? എന്താ വേലു ഇത്? നാടിനെ രക്ഷിച്ച ഒരുത്ത് നിന്റെ മകളെ സംരക്ഷിക്കില്ല എന്നാണോ? നമ്മുടെ നാടിനൊരു ആപത്തുണ്ടായപ്പോ വിദേശികളിൽ നിന്ന് കാശ് മേടിച്ച് നമ്മളെ ചതിക്കാതെ ഇവൻ നമ്മുടെ നാടിനെ നാട്ടുകാരെ രക്ഷിക്കുകയാണ് ചെയ്തേ. അന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഈ നാടിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇവനെ ഏൽപ്പിക്കണമെന്ന്. എന്താ എല്ലാരും ഇങ്ങനെ നോക്കുന്നത്? ഈ പുതിയ തലമുറയ്ക്ക് അതിനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ട്. എടോ വേലു, ഈ നാട്ടുകാരെല്ലാം കൂടി ചോദിക്കുക
ഞങ്ങളുടെ ഈ ചെക്കന് നിന്റെ മകളെ കൊടുക്കാൻ സമ്മതമാണോ അല്ലയോ? പ്ലീസ് അച്ഛാ. എന്നാ ശരി, സമ്മതം. എടാ മോനെ, നീ വിജയിച്ചടാ.